ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പിന്നെയും നമ്മുടെ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ നടത്തുന്ന സാക്ഷ്യ കൂടാരം എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ ദാസി തെരേസ മോസസ് നമ്മോടുകൂടി തന്റെ സാക്ഷ്യം പങ്കുവെക്കുവാൻ ഇന്ന് പകൽക്കാലം സാക്ഷ്യ കൂടാരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേക അനുഭവ സമ്പത്ത് കർത്താവ് തന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അനേക ആയിരങ്ങൾക്ക് തന്റെ സാക്ഷ്യം ഒരാശ്വാസമായി മാറിയിട്ടുണ്ട്, ഒരു എൻകറേജ് ആയി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വാസ പാത എന്താകുന്നു എന്നും വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടേണ്ടതിന് വചനത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കലും പുറകോട്ട് പോകാതെ പ്രതികൂലത്തിന്റെ നടുവിൽ പതറാതെ നിന്ന ആമേൻ ഒരു ധീര വനിതയാണ്. അങ്ങനെയെങ്കിൽ ഇതുവരെയും കർത്താവ് നിർത്തി തന്റെ ജീവിതത്തിന്റെ സകല പ്രതിസന്ധികളിലും കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം വചനത്തിന്റെ ഉറപ്പോടുകൂടി തന്റെ ദാസിയിൽ നിലനിർത്തുവാൻ ദൈവം ഇടയാക്കി. ആകയാൽ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം ഇന്ന് നമുക്ക് ഏവർക്കും വളരെ അനുഗ്രഹമായിരിക്കും. ഈ സാക്ഷ്യം കേൾക്കുന്നവർ പ്രിയപ്പെട്ടവരെ സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം മുഴുവനായിട്ട് കേൾക്കണമേ. വളരെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറും. മാത്രമല്ല, ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മുടെ വചനദീപ്തി ഈ ചെറിയ ചാനൽ അതിന്റെ പ്രവർത്തനത്തെ ആമേൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയും നിങ്ങൾക്ക് ഏവർക്കും ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യത്തിലേക്ക് കേൾക്കേണ്ടതിന് അവസരം ഒരുക്കി തന്നതിനും സ്തോത്രം ചെയ്യുന്നു. എനിക്കും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിന്റെ ആമേൻ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസി നമ്മളോടൊത്തായിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ ദാസിക്ക് തുടർന്ന് ഞാൻ തന്നെ ഒന്നും പറയുന്നില്ല. കർത്താവിന്റെ ദാസി തന്നെ പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്റെ സാക്ഷ്യം പങ്കിടുന്നതായിരിക്കും. അതിനായിട്ട് കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. ഓക്കെ ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, പ്രഭാതത്തിൽ അപ്പാ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ നാട് മുഴുവൻ കണ്ണുനീരിലിരിക്കുമ്പോൾ അപ്പാ ഞങ്ങൾക്ക് ദൈവമേ ഹല്ലേലൂയ ഞങ്ങളെ സുരക്ഷമായി നിലനിർത്തിയിരിക്കുന്ന അങ്ങയുടെ ഒരു ദയയും കരുണയും മാത്രമാണ് ഞങ്ങൾ അറിയുന്നത് കർത്താവെ. അപ്പാ ഞങ്ങൾ ഇതൊരു പകൽക്കാലം കൂടി ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. വിലപ്പെട്ട ദാസിയോട് ചേർന്ന് കർത്താവെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ നീ തന്നിരിക്കുന്ന ഈ വലിയേറിയ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഞങ്ങളെ സമ്പൂർണമായ മുറ്റങ്ങളെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ വേലകളും അനുഗ്രഹിക്കണമേ. അത് പ്രകാരം ഒരു പ്ലാറ്റ്ഫോം കർത്താവെ അടിയനെ ഒരുക്കി തന്നല്ലോ. നന്ദി കർത്താവെ, നമ്മളെ അനുഗ്രഹിക്കണമേ. അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണേ. കുടുംബമായി അനുഗ്രഹിക്കണേ അപ്പാ. അടിയൻ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ കർത്താവെ, ദൂരത്തും ചാരത്തും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് ഈ ഒരു സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, വിടുതലായി, നന്മയായി തീരുവാൻ ദൈവമേ അടിയനെ നാവിനെ എടുത്തു വയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ സഹായിക്കണമേ. സാക്ഷി പറയണ ദൈവകൃപയാൽ കർത്താവേ പുതിയ അഭിഷേകത്താൽ അടിയനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അടിയന്റെ മേലൊരു പുത്തൻ അഭിഷേകം പകർന്ന് സഹായിക്കണമേ. എല്ലാ നാമ മഹത്വത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, സാക്ഷിയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Hallelujah. ഒരു ചെറിയ പാട്ട് പാടിയിട്ട് തുടങ്ങാം. Hallelujah, Lord, I'll sing your praise. Hallelujah, Lord, you are my King. Every moment in your presence I find a peace and rest which only you can give. Oh Jesus, it's wonderful just sitting at your feet and talking to you. Oh Jesus, it's wonderful just sitting at your feet and talking to you. Oh Lord, you are my all in all. Oh Lord, you are
my all in all. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അല്ലെങ്കിൽ പ്രകാരം എനിക്ക് ഈ പ്ലാറ്റ്ഫോമില് നിങ്ങളുമായി എന്റെ സാക്ഷ്യം പങ്കിടുവാൻ ദൈവം ഇടയാക്കിയ വൻ കൃപയ്ക്കായി സ്തോത്രം. അതിന് കർത്താവ് മുഖാന്തരമാക്കിയ ബീന സിസ്റ്റർ കുടുംബത്തിന് നന്ദി പറയുന്നു. എല്ലാ മാനവും മഹത്വം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ തുടങ്ങട്ടെ. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ഞങ്ങൾ ഒരുപാട് ആഡംബരമായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ. അപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ എന്റെ അപ്പൻ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ വളരെ ഭയഭക്തിയോട് ഞങ്ങളെ വളർത്തുവാൻ ഇടയായി. ചെറു പ്രായത്തിൽ തന്നെ കത്തോലിക്കക്കാർ പറയുന്ന എല്ലാ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ഒരു ഭക്തിയായ ഒരു കുടുംബത്തിൽ അംഗമായതുകൊണ്ട് കൊന്ത നൊബീന ചൊല്ലുകള്, പള്ളിപ്പോക്കുകള്, ഞായറാഴ്ച ഉപസാരങ്ങള്, എല്ലാ ചട്ടങ്ങള് അനുസരിച്ച് വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ 22 വയസ്സ് വരെ എന്റെ അപ്പൻ അമ്മയുടെ സ്നേഹം, എന്റെ സഹോദരങ്ങളുടെ സ്നേഹം, ആവശ്യത്തിനുള്ള നന്മയെല്ലാം ഞങ്ങൾക്ക് ദൈവം നൽകി. അതിനായി സ്തോത്രം ചെയ്തു. പ്രകാരം ഒരു ബുദ്ധിമുട്ട് അറിയാതെ സ്നേഹമായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 22 വയസ്സ് വരെയും ആ രീതിയിൽ കത്തോലിക്ക സഭ മാത്രം ശരി, ബാക്കി എല്ലാ കത്തോലിക്ക സഭയിൽ നിന്ന് തെറ്റിപ്പോയ വഴികളാണ് ഈ നാമധേയ ക്രിസ്ത്യാനികളെല്ലാം വിചാരിച്ചു. പിന്നെ ഹിന്ദുക്കൾ മുസ്ലിംസ് എല്ലാം പിന്നെ അവരെ ഒരു അവർക്ക് ഒരു രക്ഷയില്ലാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു മനസ്സിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ അമ്മ ചെറിയ പ്രായം തൊട്ടേ എന്നോട് ഒരു വാക്ക് പറയുമായിരുന്നു, നീ ദൈവത്തിനുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്ന് പറയും. അങ്ങനെ സമർപ്പിക്കുന്നു കേട്ട് 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 ഞാൻ കന്യാസ്ത്രീയാകുവാൻ ഒരുങ്ങുക. എന്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, കന്യാസ്ത്രീയാകണം. എന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വളരെ ഭക്തിയോട് ജീവിച്ചു വരുമ്പോൾ 22 വയസ്സാവുമ്പോൾ ഞാൻ നഴ്സിങ്ങിന് കടന്നു പോവുക. നഴ്സിങ്ങിന് കടന്നു പോകുമ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കാര്യം, ഞാൻ അവിടെ എല്ലാവരെക്കാളും ഭക്തിയായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു. അവിടെ വന്നവരെ എല്ലാവരെക്കാളും ഭക്തിയായിട്ട് ഞാൻ ജീവിക്കുന്നു. പള്ളിയിൽ പോകുന്നു, വെളുപ്പിന് 5 മണിക്ക് പള്ളി, അങ്ങനെ ഇതെല്ലാം കണ്ട് അവിടെ കുറച്ച് പെന്തിക്കോസ് പിള്ളേരുണ്ട്, 3-4 പേര്. അപ്പൊ അവര് എന്റെ പുറയിൽ വചനവുമായിട്ട് വരുമായിരുന്നു. വചനവുമായിട്ടും ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് ഈ വചനം അനുസരിച്ച് ജീവിച്ചാലേ സ്വർഗത്തിൽ പോകുള്ളൂ, ഈ നന്മ പ്രവൃത്തികളൊന്നും ഈ കർമ്മമാർഗങ്ങളൊന്നും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകില്ല എന്ന് ഇവരെല്ലാം എന്റെ പുറയിൽ വചനമായിട്ട് വന്ന് പറയുന്നത്. പക്ഷെ ആ സമയങ്ങള് എന്റെ പുറം കാലം കൊണ്ട് ഞാൻ ഈ വചനങ്ങൾ എല്ലാം തട്ടിക്കളയുന്ന ഒരു അനുഭവമായി. ദൈവമക്കളെ, സ്നേഹത്തോട് ദൈവം വിളിക്കുമ്പോൾ നമ്മൾ ആ സമർപ്പിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. അത് നമ്മൾ കേട്ടില്ലെങ്കിൽ, നമ്മൾ കർത്താവിന്റെ വചനങ്ങൾ തട്ടിക്കളഞ്ഞാൽ പിന്നെ ദൈവം നമ്മളെ സന്ദർശിക്കാൻ ഇടയാവും. പിന്നെ ഒരു അടി തന്നിരിക്കും. ആ അടിയിൽ നമ്മൾ വീണില്ലെങ്കിൽ പിന്നെ കർത്താവ് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെ മുൻ നിയമിച്ച ഒരു കൂട്ടത്തിൽ കർത്താവ് എന്നെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുൻപ്, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവമക്കളെ, ചെറിയ അടിയിലും ഞാൻ ഒതുങ്ങിയില്ല. നല്ലതുപോലെ ദൈവത്തിന്റെ കരം എനിക്ക് ഭാരമായപ്പോഴാണ് എന്റെ കണ്ണുകൾ ദൈവത്തിനായി തുറക്കപ്പെടുന്നത്. അപ്പോഴാണ് ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നത്. ആ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നു? യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന വേറെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ അവസ്ഥ, സമാധാനം അനുഭവിക്കാത്ത ഒരു കാലം, എല്ലാം മായയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എങ്ങോട്ട് പോകുന്നു എന്നൊരു ലക്ഷ്യമില്ലാതെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതായിരുന്നു സന്തോഷം. സിനിമയ്ക്ക് പോവുക, പിക്നിക്കിന് പോവുക, ചീട്ട് കളിക്കുക, ആ വീട്ടുകാരായിട്ട് സന്തോഷിക്കുക, വയറു നിറച്ച് ആഹാരം കഴിക്കുക, ഇഷ്ടമുള്ള വസ്ത്രം ഇടുക, ഇതായിരുന്നു ഞങ്ങളൊക്കെ ലക്ഷ്യം. അതിനപ്പുറം ഒരു ലക്ഷ്യമില്ലായിരുന്നു. പിന്നെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു, ആ ഭക്തിയുടെ വേഷത്തിൽ. പക്ഷേ എങ്ങനെയാണ് ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞത്? എങ്ങനെയാണ് ഇരുട്ടൊരവസ്ഥയിൽ എനിക്ക് കർത്താവ് എന്റെ കണ്ണുകൾ തുറന്നത്? അതുവരെ കുരുട്ട് കണ്ണുകളായിരുന്നു എന്റെ. അതുവരെ സത്യം എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതം. പക്ഷെ എങ്ങനെ ഞാനിത് കണ്ടുമുട്ടി? യേശുവിനെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി? അത് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ജോലിക്കായിട്ട് ഞാൻ കടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മലയാള ഭാഷ അത്രയും പോരാ.
മലയാളി സംസാരിക്കുമ്പോൾ വളരെ സ്പീഡില് ഡോക്ടർമാർ നഴ്സുമാരെല്ലാം സ്പീഡിൽ സംസാരിക്കുന്ന ഭാഷ എനിക്ക് മനസ്സിലാവും. പറക്കി പറക്കി പറഞ്ഞാൽ എനിക്ക് ഒരുവിധം മനസ്സിലാവും. അങ്ങനെ സ്പീഡിൽ പറയുന്ന ഡോക്ടർമാർ പറയുന്ന ഒന്നും മനസ്സിലാവില്ല, സിസ്റ്റർമാർ പറയുന്ന, പേഷ്യൻസ് പറയുന്ന ഒന്നും മനസ്സിലാകാതെ ഞാൻ വളരെ ഞെരുങ്ങി പോയൊരു അനുഭവം. അപ്പോൾ ഞാൻ ഇന്ന് വളരെ ഡിപ്രഷനിലേക്ക് പോയി. എന്റെ ഹോസ്റ്റലിൽ പോയാൽ ആരോടും മിണ്ടാൻ വയ്യ. ഞാൻ ഒറ്റപ്പെട്ടു. ഞാൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കരയുക. നൊവീനകൾ ചെയ്യുന്നു, പ്രാർത്ഥനകൾ ചെയ്യുന്നു, കൊന്ത നൊവീന ചൊല്ലുകൾ എല്ലാം ചെയ്യുന്നു. ഇതിനൊന്നും എനിക്ക് സമാധാനം തരാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഞാൻ ഒറ്റപ്പെട്ടു. അതുവരെ സ്നേഹം മാത്രം അനുഭവിച്ച ഒരാൾ ഇവിടെ വന്ന് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, ആരും പറയുന്ന മനസ്സിലാകുന്നില്ല. ആ ഒരു പരുവത്തില ഞാൻ വളരെ ദുഃഖത്തിലായിരിക്കുന്ന സമയം, വളരെ നിരാശയായിരിക്കുന്ന സമയം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടം വരും. ഓരോ തരത്തിലും സമാധാനം കണ്ടെത്താൻ കഴിയാതെ ഒരു ഇരുട്ടന്റെ അനുഭവം, ഈ ഭൂമിയിൽ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം നമുക്ക് വരുന്നെങ്കിൽ ഓർത്തോളം ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ ഒരു സന്ദർശനമാണ്. അങ്ങനെ ഞാൻ എന്റെ മുറിയിൽ ഇരുന്ന് കരച്ചിലോട് കരച്ചില്. എന്റെ ഈ ഗവൺമെന്റ് ജോലി കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? വേറൊരു ജോലിയാണ് ഞാൻ കളഞ്ഞിട്ട് പോയാനെ. പക്ഷെ ഗവൺമെന്റ് ജോലി ചുമ്മാ കിട്ടിയതല്ലേ. ദൈവമേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഒരു അവസ്ഥയിൽ വളരെ ഞെരുക്കത്തിരിക്കുമ്പോൾ ഒരു സംഭവം, ദൈവമക്കളെ, നമ്മളെ ശബ്ദത്തിൽ കൂടെ നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റും കേട്ടോ. എന്റെ ദൈവം, എനിക്ക് ദൈവത്തിന്റെ ശബ്ദമാണ് എന്നെ കർത്താവിലേക്ക് നയിക്കുവാൻ ഇടയായി. ഞാൻ എന്റെ മുറി ഇരിക്കുമ്പോൾ ഒരു പാട്ട് ഞാൻ കേൾക്കുവാണ്. എന്താണ് പാട്ട്? God's way is the best way. Count your blessings, name them one by one. ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പാട്ടുകൾ. Count your blessings, name them one by one. Count your blessings, see what God has done. Count your blessings, name them one by one. And it will surprise you what the Lord has done. ഇങ്ങനെ ആത്മനിറവുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സ്പർശിക്കുന്ന, സമാധാനം തരുന്ന, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇടപെടുന്ന പാട്ടുകൾ. ഞാൻ പാട്ട് കേട്ട് എന്റെ ഹൃദയത്തിന് സമാധാനം വരുവാണ്. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഈ ശബ്ദം കേട്ട് ആശ്വാസം കണ്ടെത്തുന്ന ഒരു സമയമെത്തി. ഞാൻ എല്ലാ ദിവസവും ഈ ശബ്ദം കേട്ട് ആശ്വാസമായിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ശബ്ദം എവിടെന്ന് വരുന്നെന്ന് ഇറങ്ങി ഞാൻ എന്റെ ഹോസ്റ്റൽ മുറിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു കൊച്ചാണ്. അവളാണ് എന്നെ ഈ കൊച്ചാണ് എന്നെ കോൾസ് വരുന്നതാ. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കുട്ടിയാണ് ഈ പാട്ട് പാടുന്ന കണ്ടിട്ട് ആ കുട്ടിയോട് ഞാൻ എന്റെ മുറിയിലേക്ക് ക്ഷണിക്കുവാൻ ഇടയായി. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ കുട്ടി ദൈവ സ്നേഹം നിറഞ്ഞ ഒരു കൊച്ച്, ആത്മനിറവ് നിറഞ്ഞ ഒരു കുട്ടി. അവള് 10, 25, കൊച്ചു പ്രായമാണ്. ബീഫാണ് പഠിച്ചോണ്ടിരിക്കുക. അവൾക്ക് ഇംഗ്ലീഷേ അറിയാവുള്ളൂ. അപ്പൊ എന്റെ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങനെ ഒരാൾ എന്റെ മുൻപിൽ ദൈവം കൊണ്ടുവന്ന് എന്തിനാണ്? എന്നോട് ഇടപെടുവാൻ, എന്നോട് ദൈവത്തിന് ആ ശബ്ദം കേൾപ്പിക്കാൻ, എന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് ദൈവത്തിന് കൊടുക്കുവാൻ ഒരു വഴി ദൈവം തുറക്കുവാൻ. ദൈവമക്കളെ, അങ്ങനെ അവൾ എന്റെ മുറിയിൽ വരുന്നു, എന്നെ സ്നേഹിക്കുന്നു. 1 മാസം വരെയും സുവിശേഷം അവൾ പറഞ്ഞില്ല. നമ്മൾ ഇതിൽ നിന്നൊരു പാഠം എടുക്കണം. നമ്മളെ ജീവിതം കൊണ്ട് യേശുവിനെ ആദ്യം വെളിപ്പെടുത്തണം. നമ്മളെ വാക്കും കൊണ്ട് നമ്മൾ എന്ന് പ്രസംഗിച്ചാൽ ആർക്കും കേൾക്കണ്ട. പക്ഷെ ജീവിതം കൊണ്ട് നമ്മൾ ഉറുപ്പായി, ഒരു വെളിച്ചമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഈ കൊച്ചൊരു ദൈവ കൃപയുള്ള ഉപ്പുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു വെളിച്ചം പകരുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾ ദൈവ സ്നേഹത്തിൽ എന്നോട് ഇടപെടാൻ തുടങ്ങി, ദൈവ സ്നേഹത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ വളരെ ആകർഷമായ എന്റെ ഭക്തി നോക്കി. ഒരു ദിവസം, 1 മാസം കഴിയുന്നവരെയും ഇവൾ സ്നേഹം മാത്രം തന്നു. എന്റെ ഹൃദയത്തെ പിടിച്ചെടുക്കുന്ന ഒരു അനുഭവം. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന, ഇത്രമാത്രം എനിക്ക് ഇമ്പമായി തോന്നുന്ന ഒരു അനുഭവം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി ആദ്യമായിട്ട് എന്നോട് സുവിശേഷം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദൈവമേ, ഒരു ചോദ്യമാണ്. നീ ഇത്രയും ഭക്തിയോട് ജീവിക്കുന്നല്ലോ, നീ പ്രാർത്ഥിക്കുന്നല്ലോ, നീ ചൊല്ലുകൾ, നവീനാനങ്ങൾ എല്ലാം നീ ചെയ്യുന്നു, നല്ലൊരു ജീവിതമാണ് നിന്റേത്, നീ എല്ലാരെയും സ്നേഹിക്കുന്നു, നിനക്ക് വലിയ കുറ്റമൊന്നും പറയാൻ എനിക്കില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, ഇത്രയൊക്കെ ഭക്തിയോട് ജീവിച്ചിട്ട് ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ പോകും? നിനക്കറിയാം.
പിന്നെ എന്ത് സംശയം? അപ്പനമ്മയെ അനുസരിക്കുന്നു, കത്തോലിക്ക സഭ അനുസരിക്കുന്നു, നല്ല ജീവിതം നയിക്കുന്നു, എല്ലാവർക്കും ഇമ്പമാ, ഒരു പ്രശ്നമില്ലല്ലോ, ഞാൻ സ്വർഗത്തിൽ പോവും, മനുഷ്യൻ സ്വർഗത്തിൽ പോവും. അപ്പോഴാണ് ആ കുട്ടി എന്നോട് ദൈവവചനത്തിന്റെ സത്യങ്ങൾ എന്നോട് പറയാൻ. നീതി പ്രവൃത്തികളൊക്കെയും ദൈവ മുൻപാകെ കറപുരണ്ട തുണിയാണ്. കർത്താവിന്റെ വചനത്തിന്റെ ഓരോ സത്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു. നിന്റെ ഉള്ളിൽ മരിച്ചു പോയ ഒരു ആത്മാവാണ്. ആദാമും ഔവയും ഈ ലോകത്തിൽ പാപം ചെയ്തത് അവർ പാവികളായി. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ചത്ത ഒരു ആത്മാവാണ്. ആ ആത്മാവ് ജീവൻ പ്രാപിക്കാത്ത ആ ആത്മാവ് രക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു ബൈബിള് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരുവൻ വീണ്ടും ജനിച്ചില്ലായെങ്കിൽ അവൻ സ്വർഗരാജ്യം കാണുകയില്ല. ആ വീണ്ടും ജന്മ എന്താണോന്നോ അതിനെക്കുറിച്ച് എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല, എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ ഓരോ വചനങ്ങൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഈ പുകയിൽ തള്ളിയിടും. വാതിൽക്കൽ നിന്ന് ഞാൻ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരാമെന്നും യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1:12 എഴുതിയിരിക്കുന്നത്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കൾ അവൻ അധികാരം. അങ്ങനെ റെവലേഷൻ 3:20 ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എല്ലാ വചനങ്ങളും ഇങ്ങനെ എന്നോട് ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അവസാനം അവളുടെ വചനങ്ങളെല്ലാം കേട്ട് ഞാൻ മടുത്തു. കാരണം എനിക്ക് ഇതൊന്നും കേട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വേറൊരു ജീവിതമായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഈ കൊച്ചു ഇങ്ങനെ കണ്ട് എപ്പോഴും പിന്നെ വരുന്ന സമയത്ത് എല്ലാം പ്രാർത്ഥന, ബൈബിൾ, എല്ലാ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തരും. പക്ഷെ ഒരു ദിവസം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് നിന്റെ കൂടെ കൂട്ടിഷ്ടമാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് എനിക്ക് നിന്റെ സ്നേഹം ഇഷ്ടമാണ്. പക്ഷെ ഇനി നീ ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് നീ എന്റെ വിശ്വാസത്തെ തകർക്കാൻ നോക്കുന്നെങ്കിൽ ഞാൻ നിന്നോടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അങ്ങനാണെങ്കിൽ മാത്രമേ നീ പറയാവൂ, ഇല്ലാത്ത പക്ഷം നീ മൗനമായിട്ട് ഈ വിഷയത്തിൽ നിൽക്കണം. അപ്പൊ ആ കൊച്ചിനൊരു മറുപടി എന്താ അറിയാം, ഞാൻ ഇനി തൊട്ട് നിന്നോട് ഒരിക്കലും ഒരു വചനം പറയത്തില്ല, പക്ഷേ ഞാൻ പറയേണ്ടവനോട് ഞാൻ പറയും. നിന്റെ ഹൃദയത്തെ തുറക്കുവാൻ കഴിവുള്ള, നിന്റെ കണ്ണുകളെ തുറക്കാൻ കഴിവുള്ള, നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള, നിന്നോട് ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തോട് നിന്റെ കാര്യം പറയും. ഇന്ന് മുതൽ നിന്റെ ആത്മാവ് ദൈവം നിന്നോട് ഇടപെടും. അങ്ങനെ പുള്ളിക്കാരി പ്രാർത്ഥന തുടങ്ങി. ദൈവമക്കളെ, നമുക്ക് രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ നമ്മുടെ ഭവനത്തിലുണ്ടോ, കുടുംബത്തിലുണ്ടോ? അവരെ നേടുവാൻ ദൈവസനി മുട്ടുമടക്കിയാൽ ദൈവത്തിന്റെ ആത്മാവ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഈ കൊച്ച് എനിക്ക് വേണ്ടി, എന്റെ ആത്മാവിന്റെ വിടുതലിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ എന്നെ പിടിക്കുന്ന ഒരു രംഗമാണ് ഞാൻ അടുത്ത് പറയാം. അത് ഞാൻ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുമ്പോൾ ICUവിലാണ്. 3 രോഗികളുണ്ട്. 2 പേര് വെന്റിലേറ്ററിലാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന 2 രോഗികളാണ്, വെന്റിലേറ്ററിലാണ്. അവരുടെ ജീവൻ അങ്ങനെ ഇരിക്കുന്നു. രാത്രിയാമങ്ങളായി. എന്നോട് സിസ്റ്റർ കുറെ കാര്യങ്ങൾ പറഞ്ഞു, കറണ്ട് പോകുമ്പോ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പല നിർദ്ദേശങ്ങൾ തന്നു. ഇവര് പോയി എല്ലാവരും. ഞാൻ ഒറ്റയ്ക്ക് ഈ രോഗികളായിട്ട് ഇരിക്കുമ്പോൾ രാത്രിയാ 1 മണി സമയമായി. ഡോക്ടർ ഒരു വഴി പോയി, അറ്റൻഡേഴ്സ് വേറൊരു വഴി പോയി, ഞാൻ ഈ രോഗികൾ മാത്രമേ ഉള്ളൂ. 2 പേര് ഒരു സമയത്ത് തന്നെയാണ് വെന്റിലേറ്ററിൽ. അപ്പോ പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ഞാൻ അന്ധകാരത്തിലായപ്പോൾ എനിക്ക് ഈ രോഗികൾ 2 പേര് എന്റെ കയ്യിൽ ഇപ്പോൾ മരിക്കുമല്ലോ, ദൈവമേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. എന്റെ ബുദ്ധി അബലമായി, ഞാൻ വിറയ്ക്കുവാൻ തുടങ്ങി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നോട് പറഞ്ഞു, തിരിയുണ്ട്, ഹല്ലേലൂയ, തിരി ഇവിടെ കത്തിക്കണം, ഇവിടെ ബാച്ച് ബോക്സ് ഉണ്ട്, തിരി കത്തിച്ചിട്ട് വേണം 2 പേരുടെ ട്യൂബ് ഊരി 2 സഞ്ചി അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് 2 പേര് നടുക്കിരുന്നിട്ട് 2 പേർക്ക് പീച്ചി കൊടുക്കണം, ഇല്ലാത്ത പക്ഷം അവര് മരിച്ചു. ദൈവമക്കളെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാം കൊണ്ട് ഞാൻ വിറയ്ക്കുന്നു. എന്റെ മനസ്സ്, എന്റെ ബുദ്ധി അബലമായി. ഞാൻ അവിടെ നിന്നൊരു വിളി വിളിച്ചു. ഞാൻ ഒന്ന് വിചാരിച്ചു, കർത്താവ്, 3-ാം നിലയിൽ നിന്ന് ഇറങ്ങി എടുത്തു ചാടി മരിച്ചാലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് ദൈവത്തെ വിളിക്കാം. ഒരു വിളി ഞാൻ എന്റെ ദൈവമേ നീ എവിടാ എന്ന് ഞാൻ വിളിച്ചു. ആ വിളി ദൈവം കേട്ടു. ദൈവം പ്രതിസന്ധി നടുവിൽ ഇരുട്ട് വന്ന് കൂടുമ്പോൾ
വഴി മുൻപിൽ ഇല്ലാതെ വരുമ്പോൾ ഒരു വിളി നിങ്ങൾക്ക് വിളിക്കാം, യേശുവേ എന്നെ രക്ഷിക്കണേ എന്നൊരു വിളി വിളിക്കാമെങ്കിൽ യേശു അവിടെ ഇറങ്ങി വരും. നീ എത്ര പാവിയാണെങ്കിലും, എത്ര ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, അല്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു അർഹതയിലെങ്കിലും ആ വിളിയിൽ ദൈവം ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ആ സമയത്ത് ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ? എങ്ങനെ എന്നെ വിടുവിച്ചെന്ന് അറിയാമോ? അല്ലെങ്കിൽ ആ വിളി ദൈവം കേട്ടു വന്ന ദൈവമക്കളെ, എന്റെ മുൻപിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഓരോന്ന് ആ കുട്ടി പറഞ്ഞ ദൈവവചനങ്ങൾ. ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യം കാണില്ല. യോഹന്നാന്റെ സുവിശേഷം 3:3. അല്ലെങ്കിൽ അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് ഏർക്കും ദൈവമക്കൾ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:12. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോട് അത്താഴം കഴിക്കും. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 3:20. ഹല്ലേലൂയ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പുകയിൽ തള്ളിയിടും. അല്ലെ റെവലേഷൻ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 20:15. ദൈവജനമേ, ഹല്ലേലൂയ. ആ വചനങ്ങൾ ഓരോന്ന് വന്നപ്പോ എന്താ എനിക്ക് മനസ്സിലായി? ഇത് ദൈവത്തിന്റെ കരമാണെന്നും, ദൈവത്തിന്റെ കരമാണ് ഇതിന്റെ എല്ലാം പിൻപിൽ. അല്ലെങ്കിൽ ആ വചനങ്ങളെ സത്യമാണെന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴി ഞാൻ കടന്നു പോകേണ്ടി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തോട് എല്ലാവരും മിനിറ്റും കൂടെ നടന്നു. ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുന്ന വഴിയില്ല, ഞാൻ സ്വർഗത്തിൽ പോകുന്നില്ലെങ്കിൽ യഥാർത്ഥ ഒരു വഴിയുണ്ടെങ്കിൽ ഇപ്പോൾ നീ എനിക്ക് കാണിച്ചു തരണം. അതിന് ഒരു അടയാളമായിട്ട് ഈ രോഗികളെ എനിക്ക് രക്ഷപ്പെടുത്തി തരണം. എനിക്ക് അവരെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ തക്കണം നീ എന്നെ ശക്തീകരിക്കണം. അങ്ങനെ ഞാൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കറണ്ട് വരികയും ആ രോഗികളെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു. എന്റെ ബുദ്ധി മടങ്ങി വന്നു. ഞാൻ ആ കുട്ടി 2 രോഗികൾ രക്ഷപ്പെട്ടു. എല്ലാം ഓക്കെ ആയി. ഞാൻ നോക്കുമ്പോൾ കറണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇത് ദൈവത്തിന്റെ സന്ദർശനം. അവിടെ വെച്ച് എനിക്ക് തിരിച്ചറിഞ്ഞു, ഇത് ദൈവത്തിന്റെ സന്ദർശനം. ഈ വചനം സത്യമാണ്. ഇനി ഒരു വഴിയുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വഴിയുണ്ട്. അത് എവിടെ കർത്താവേ? ആ വഴി നീ എന്നെ കാണിച്ചു. ഭക്തിക്ക് വേണ്ടി ബൈബിൾ കൊണ്ട് നടക്കുവാൻ ആദ്യമായിട്ട് ബൈബിൾ ഞാൻ തുറന്ന് വായിക്കുന്നത് ഈ വചനമാണ്. ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. ആ വചനം തന്നെ എന്നോട് ഇടപെട്ടു. ദൈവമക്കളെ, ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? എനിക്ക് അന്ന് രക്ഷിക്കപ്പെടുന്ന പ്രാർത്ഥന അറിഞ്ഞൂടാ, എങ്ങനെ രക്ഷിക്കപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഒന്ന് ചെയ്തു. ദൈവമേ, നിന്റെ വഴി ഏതാണോ ആ വഴിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ സഹായിക്കണമേ. യേശുവേ, നിന്റെ കയ്യിൽ എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. അന്നാണ് യേശു ജീവിതത്തിൽ കടന്നു വന്നത്. അന്ന് വരെ അനുഭവിക്കാത്ത സമാധാനം, അന്ന് വരെ അനുഭവിക്കാത്ത സന്തോഷം, എന്റെ ജീവിതം ഒരു രൂപാന്തരം തന്നെ ഉണ്ടായ ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ അന്നാണ് യഥാർത്ഥ സമാധാനം കണ്ടെത്തിയത്. അന്ന് എനിക്ക് മനസ്സിലായത്, ഇത്രയും നാൾ ഞാൻ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ഒരാളായിരുന്നു. വെളിച്ചം എന്റെ ജീവിതത്തിൽ ഉദിച്ചു. യേശു എന്റെ ഉള്ളിൽ വന്നപ്പോൾ വെളിച്ചം എന്റെ ജീവിതത്തിൽ ഉദിക്കുവാനിരിക്കാൻ. അങ്ങനെ യേശുവിന്, കർത്താവിന്റെ കയ്യിൽ എന്റെ ജീവിതം സമർപ്പിച്ചു. അന്ന് മുതൽ ഈ ബൈബിൾ താർത്തു വെക്കാതെ, ഇത് കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായിരിക്കുന്ന ഈ ദൈവവചനം, ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഏത് പുസ്തകം വായിച്ചാലും അത് കഴിയുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ അതിന് മാറ്റിവെക്കും. ഇത് വായിച്ചതാണെന്ന് മാറ്റിവെക്കും. പേപ്പർ വായിച്ചാൽ ഇത് ഇന്നലത്തെ ആണെന്ന് നമ്മൾ മാറ്റിവെക്കും. ഒരേ ഒരു പുസ്തകം ഈ ലോകത്തിൽ ഉള്ളത്, മനുഷ്യനോട് സംസാരിക്കുന്ന ഒരേ ഒരു വചനം, ഒരു ബൈബിൾ ഉള്ളത് ബൈബിള വചനം. ബൈബിളിന്റെ ഓത്തർ ആരാണ്? പരിശുദ്ധാത്മാവ്. ബൈബിൾ ഒരു പുസ്തകം മാത്രമാണ്. ദൈവത്തിന്റെ വചനം ഒരു ബുക്ക് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ദൈവ മനുഷ്യനോട് സംസാരിക്കുന്ന ഒരേ ഒരു പുസ്തകം ദൈവവചനം. അത് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ബൈബിളിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് വെളിച്ചമാണ്, അത് സത്യമാണ്, അത് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ ബൈബിൾ വായന തുടങ്ങി, പ്രാർത്ഥനകൾ തുടങ്ങി, ദൈവസന്നിധിയിൽ കരയാനും പ്രാർത്ഥിക്കാനും പഠിക്കുന്ന ആ കൊച്ചെന്റെ റൂമിൽ വരിക, ഞാൻ അവളുടെ റൂമിൽ പോവാ, ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ഒരുമിച്ച്. അങ്ങനെ ആത്മീയമായിട്ട് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. വീട്ടിൽ ആർക്കും അറിഞ്ഞൂടാ എന്റെ ഈ വിശ്വാസം. പക്ഷെ എന്റെ ജീവിതത്തിലെ മാറ്റങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കൊന്ത നൊവീന ചൊല്ലൊന്നും ഞാൻ കൂടുന്നില്ല. അതൊക്കെ എന്നെ അടർന്ന്, ആരും പറയാതെ തന്നെ ഈ കൊന്ത നൊവീന ചൊല്ലുകൾ എല്ലാം എന്റെ ജീവിതം അടർന്ന് മാറുമായിരുന്നു. എന്നോട് ആരും ഉപദേശിക്കേണ്ടി വന്നില്ല, അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ആത്മാവ് തന്നെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് രക്ഷിക്കപ്പെടുന്നെങ്കിൽ ഈ ആത്മാവ് തന്നെയാണ് നമ്മളെ വഴി നടത്തുന്നത്. അങ്ങനെ
ബൈബിൾ വായന മാത്രമായി, പ്രാർത്ഥന മാത്രമായി, കർത്താവിന്റെ സന്നിധിയിൽ മുഴുവൻ സമയം ഇരിക്കുക, കരയുക, പ്രാർത്ഥിക്കുക, ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. വീട്ടുകാർക്ക് എന്തൊക്കെയോ എന്റെ ജീവിതത്തിൽ നടന്നെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അവരാരുടെയും മുൻപിൽ എന്നെ വെളിപ്പെടുത്താതെ ഞാൻ ഒളിവിൽ ജീവിക്കുവാൻ. ദൈവമക്കളെ, അങ്ങനെ ജീവിക്കുന്ന ആ സമയത്ത് ഒരു സംഭവം നടക്കുന്നു. ഈ കുട്ടിയിലെ എന്നെ രക്ഷയിലേക്ക് നടത്തിയ ആ കൊച്ചു അവളുടെ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ നിറവുള്ള 16 വയസ്സ് പ്രായം ഒരു കുട്ടിയെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ കൊച്ചു എന്റെ മുറിയിൽ കൂടെ കൂടെ വരും. എന്നിട്ട് അവൾ എന്നോട് ചോദിക്കും, അമ്മമ്മ പ്രാർത്ഥിച്ചോട്ടെ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും. അപ്പൊ ആ കൊച്ചു പ്രാർത്ഥിക്കുന്ന എങ്ങനെ അറിയോ? ആത്മാവില്, അന്യഭാഷകളില് അവൾ ആരാധിച്ചാ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഇതുവരെയും കേൾക്കാത്തൊരു ഭാഷ. എന്റെ ദൈവമേ, ഇതെന്തോ ഭാഷയാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അങ്ങോട്ട് പ്രേയർ കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, മോളെ എനിക്കൊന്നും മനസ്സിലായില്ല നീ പ്രാർത്ഥിച്ചതൊന്നും. ഏത് ഭാഷയാണിത്? എനിക്കറിയാവുന്ന ഭാഷ നീ ഇന്ന് പ്രാർത്ഥിക്കാത്തെ എന്ന് പറഞ്ഞാണ്. പക്ഷെ നീ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം, ഒരു ഒരു ശക്തി എന്നിൽ വ്യാപരിക്കുന്നു. എന്റെ മുടി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു. അത് ഒരു വല്ലാത്ത ഒരു ഭയങ്കരമായ ശക്തിയാ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്? അവൾ എന്നോട് ഒരു വചനം പറഞ്ഞു. അത് വായിക്കണേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26-27 വാക്യങ്ങൾ ഒന്ന് വായിക്കണേ. അപ്രകാരം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ വ്യക്തമാക്കാത്ത വാക്കുകളോട് കൂടിയ ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എങ്ങനെ അറിഞ്ഞൂടാ? അവൾക്ക് അറിയാം ദൈവത്തിന് എന്നെ കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ടെന്ന് അറിയാം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിഞ്ഞുകൂട്ടാത്തോണ്ട് ദൈവാത്മാവിന് വിട്ടുകൊടുക്കുക, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥന ഏറ്റെടുത്ത് ദൈവഹിത പ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ പറയുമ്പോൾ നമ്മൾ മർമ്മങ്ങളും പ്രസ്താവിക്കുന്നു. നമുക്ക് ആത്മീയർത്ഥം ഉണ്ടാകും. ഇങ്ങനെ അനേക സത്യങ്ങൾ ഈ അന്യഭാഷ ആരാധനയിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്റെ മോളെ ഒരു കാര്യം ചെയ്യുക, എനിക്ക് ഈ അഭിഷേകം എനിക്ക് വേണം. നീ പറയുമ്പോൾ ഇത്രയും ശക്തിയാണെങ്കിൽ അപ്പൊ ഞാൻ പറയുമ്പോൾ എന്തുവേണ്ടി ശക്തിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈ ആത്മാഭിഷേകം എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി കരയാൻ തുടങ്ങി, അതിനുവേണ്ടി ഒരുങ്ങുവാൻ തുടങ്ങി. എന്നാൽ എനിക്ക് ഓരോ അഭിഷേകം കിട്ടുന്നില്ല, അന്യഭാഷയിൽ ആരാധിക്കാനേ പറ്റുന്നില്ല. ഈ കൊച്ചെന്നോട് പറഞ്ഞ്, അമ്മാമ്മയുടെ ജീവിതത്തിൽ എല്ലാം ഓക്കെയാ, രക്ഷിക്കപ്പെട്ടു, സമർപ്പിച്ചു, നല്ല ജീവിതം നയിക്കുന്നു, അമ്മാമ്മയുടെ ജീവിതം എല്ലാം ഓക്കെയാ. പക്ഷെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഹിതം അമ്മാമ്മ ആഭരണം ഊരണമെന്ന്. ആഭരണം ഊരി വില കൊടുത്താലേ അമ്മാമ്മയ്ക്ക് കിട്ടത്തു. ഞാൻ ജീസസ് കോൾസിൽ ഇത്ര പേര് പറയുന്നു അവർക്ക് ആഭരണം ഉണ്ടല്ലോ. പലവരുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവരെല്ലാം അന്യഭാഷ പറയുന്നുണ്ടല്ലോ, അവർക്കെല്ലാം ഈ ഭാഷ ഇതുണ്ടല്ലോ. പിന്നെ എനിക്ക് മാത്രം അന്യഭാഷ കിട്ടണമെങ്കിൽ ഈ ആഭരണം ഊരണം. അപ്പോൾ അവൾ പറയും, എന്തായാലും ദൈവത്തിന്റെ ഹിതം അമ്മാമ്മയുടെ ജീവിതത്തിൽ ആഭരണം ഊരിയാലേ അമ്മാമ്മയ്ക്ക് തരും. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവസാനം ആ കൊച്ചെന്നോട് പറഞ്ഞതറിയോ? എറണാകുളത്ത് ടൗൺ ഹാളില് എല്ലാ സിയുടെ ക്യാമ്പുണ്ട്. അവിടെ എല്ലാ പ്രായം കുറഞ്ഞ് 24 വയസ്സ് താഴെയുള്ള ആൾക്കാരെല്ലാവരും അവരവിടെ നിന്ന് കുറെ പേര് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിക്കാറുണ്ട്. അങ്ങനെ അമ്മാമയും കൂടെ ഒന്ന് പോവാമോ ചോദിച്ചു. മെന്നെക്കെട്ട് ഞാനും പോയി. അവിടെ ചെന്നപ്പോൾ വെള്ള വസ്ത്രധാരികളാണ് എല്ലാവരും. ഞാൻ മാത്രം ഒരു പാവി അവിടെ, കളർ സാരി ഇട്ട് ആഭരണം ഇട്ട്. ഞാൻ ഓർത്ത്, ദൈവമേ ഈ മാതാപിതാക്കന്മാരുടെ ഇടയിൽ എന്നെ കൊണ്ട് ദൈവമേ നീ കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ എനിക്ക് ആരും പോയി പാസ്റ്ററിനോട് പറഞ്ഞു. പാസ്റ്റർ വന്നിട്ട്, മോളെ നീ ഏതാ എവിടെന്നാന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കത്തോലിക്കയിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ഒരാളാ, അഭിഷേകം പ്രാപിക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം, എനിക്ക് അഭിഷേകം പ്രാപിക്കണം. അതിനാ പാസ്റ്ററെ ഞാൻ വന്നു. ആ ദേവദാസൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു കുട്ടിയെ വിളിച്ചോണ്ട് വന്നു. ആ കുട്ടിയെ ഒരു BSc നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. അവള് പാവ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മാമേ, ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോളെ ആഭരണം ഊരിയാലേ അഭിഷേകം കിട്ടത്തുള്ളൂ. അങ്ങനെ എന്നോട് ഒരു കൊച്ചു പറഞ്ഞു. അത് സത്യമാണോ? അന്നേരം അവള് പറഞ്ഞു, ലോകം മുഴുവൻ ഭരിച്ചു നടത്തുന്ന ഈ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വരുവാൻ നിന്റെ ആഭരണം തടസ്സമാണോ? എടുത്ത് ദൂരെ കളാം. എന്നിട്ട് അവള് എനിക്ക് സാക്ഷ്യം വന്നു കേട്ടോ. ആ സാക്ഷ്യം എന്തായിരുന്നു അറിയോ? ഞാൻ കൊടും പാവിയായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ
ആർക്കും എന്നെ ഒതുക്കാൻ പറ്റാതെ, ആർക്കും എന്നെ നേരെയാക്കാൻ പറ്റാതെ ഞാൻ പാവിയായി ജീവിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഞാൻ രാത്രിയാമങ്ങൾ ഒരു ദർശനം ഞാൻ കാണുക. ദൈവം പാവികളെ സ്നേഹിക്കുന്നുള്ള ആ സത്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. കൊടും പാവി, പാവത്തിന് അടി തട്ടിൽ കിടക്കുക എന്റെ മുൻപിൽ കർത്താവ് ഒരു ദർശനം. യേശു ക്രിസ്തു മരിച്ചുകൊണ്ടിരിക്കുന്ന രംഗം, രക്തം എറ്റി താഴെ വീഴുന്നു. താഴെ ഒരു കറുത്ത ജഡം, ആ ജഡത്തിന്റെ മേൽ തുള്ളി 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 യേശുവിന്റെ രക്തം വീഴുന്നോളം അത് വെളിച്ചമായി ആ ജഡം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വെളിച്ചമായി ഒരു വ്യക്തി എഴുന്നേറ്റ് വരുക. അത് അവളായിരുന്നു. അവൾ എഴുന്നേറ്റ് വന്നപ്പോ അവൾക്ക് മനസ്സിലായി, ഞാൻ കൊടും പാവിയാണ്, യേശുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു, ദൈവം എന്നെ രക്ഷിക്കുവാണ് എന്നുള്ള ആ ദൂത് അവൾക്ക് തന്നെ മനസ്സിലായി. അവൾ യേശുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു സമർപ്പിക്കുവാനിടയാണ്. ദൈവമക്കളെ, അങ്ങനെ അവൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, അഭിഷേകത്താൽ അറിയപ്പെടുന്നു. വീട്ടുകാർ എതിർക്കുന്നു, അവളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് പട്ടിക്ക് ചോറ് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ തുടങ്ങി. ആ പ്രതികൂലത്തിന്റെ നടുവിൽ അവൾ ഉപവാസത്തോട് ദൈവസന്നിധിയിൽ നിന്ന് വീട്ടുകാരുടെ വിടുതൽ വേണ്ടി അവൾ പ്രാർത്ഥിക്കും. അങ്ങനെ അവൾ പ്രാർത്ഥിച്ച അവൾ അപ്പൻ, അമ്മ, സഹോദരൻ എല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരുവാനുണ്ട്. ആ വലിയ സാക്ഷ്യം ഞാൻ കേട്ട് കഴിഞ്ഞു. എന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് അത് തൊട്ടുവാൻ ഭയങ്കര ശക്തി വ്യാപരിക്കുവായിരുന്നു. എന്നിട്ട് എന്നോട് അമ്മാമേ, ഈ സ്വർണ്ണം ദൂരെ എടുത്ത് കളാം, കർത്താവിന്റെ സന്നിധി സമർപ്പിക്കും, ദൈവം ഇന്ന് തന്നെ അഭിഷേകം തരും. ഞാൻ ഓർത്തു, ഓ മൈ ഗോഡ്, അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഞാൻ ഈ ആഭരണം ഊരാം. ഒരൊറ്റ കണ്ടീഷനും, ഞാൻ ആഭരണം ഊരിയാൽ നീ എനിക്ക് അഭിഷേകം തന്നാൽ ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കും, ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. എന്റെ വീട്ടിൽ ഞാൻ കടന്നു ചെന്ന യേശു ഞാൻ വെളിപ്പെടുത്തും, എന്റെ ജീവിതം ഞാൻ കർത്താവിന്റെ മുൻപിൽ പൂർണ്ണമായും വിട്ടുകൊടുക്കും എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഞാൻ അവരെല്ലാരും പി ഡി ജോൺസൺ പാസ്റ്റർ ആയിരുന്നു. പുള്ളി പറഞ്ഞു, അഭിഷേകത്തിനായി കാത്തിരിക്കുന്നവർ, അതിനായി വിശ്വസിക്കുന്നവരെ, അതിനായി ആഗ്രഹിക്കുന്നവരെല്ലാവരും മുന്നോട്ട് വാ. ഞാൻ ഓടി, കാരണം ആഗ്രഹിച്ചു. എന്റെ ജീവിതം എനിക്ക് ഇങ്ങനെ എത്രമാത്രം ഞാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തിനും തയ്യാറാണ്. ആ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് ഓടിയപ്പോൾ ദൈവമക്കളെ, ദൈവദാസന്മാർ കൈവെപ്പ് ശുശ്രൂഷ തുടങ്ങി. പക്ഷെ അവരാരും എന്റെ അടുത്തിൽ വരുന്നതിന് മുൻപ് എന്റെ യേശു എന്റെ അടുത്ത് കടന്നു വന്നു, എന്നെ അഭിഷേകത്താൽ നിറച്ചു. അന്യഭാഷകളിൽ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്റെ കാലൊന്നും തറയിൽ തൊടാതെ ഞാൻ തുള്ളി ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ദൈവമക്കൾ, അതായത് എന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. പിന്നെ ഞാൻ തീരുമാനിച്ചു, എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം, കർത്താവേ, ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം എന്ന് ഞാൻ തീരുമാനിച്ചു. ദൈവമക്കൾ, 3 ദിവസം അവിടെ യേശുവിന്റെ ആത്മാവ് ഞാൻ കൊണ്ടാടി. അഭിഷേകത്തിന്റെ ഇരട്ടി ബലത്തോട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു. എന്റെ അമ്മ കണ്ടപ്പോഴേ മനസ്സിലായി ഇതെന്തോ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. എന്നോട്, മോളെ, നീ കരിവാരി തേച്ചോ, നിന്റെ ആഭരണം എവിടെ? നീ എന്താ ഭവനത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കാണോ? നീ അങ്ങ് നാണക്കേട് വരുത്തോണോ? എന്ത് നീ കാണിച്ചേ? നീ എന്ത് കൊച്ചു കുട്ടിയാ? നീ എന്ത് നിഷ്കളങ്കര കുട്ടി? ആരോ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്താ എന്ന് പറയുമ്പോ മമ്മി ഒരു കരച്ചിലും നിലവിളിയൊക്കെയാണ്. ആഭരണം എടുത്ത് അമ്മയുടെ കുത്തിരി. ഞാൻ പറഞ്ഞു, മമ്മി, ഇന്ന് മുതൽ, ഇത്രയും നാൾ ഞാൻ ഒളിവിലായിരുന്നു, ഇന്ന് മുതൽ ഞാൻ പരസ്യമാകുവാണ്. ഇന്ന് മുതൽ ഞാൻ കർത്താവിനെ ജീവിക്കാം. ബൈബിൾ എന്ത് പറയുന്നു? ആത്മാവ് എങ്ങോട്ട് അയക്കുന്നു അപ്രകാരം ഒരു ജീവിതമാണ്. ഇനി തൊട്ട് ഞാൻ കത്തോലിക്ക സഭയോട് വിട പറയുന്നു. ഞാൻ ഇനി ഇല്ല. വിഗ്രഹാരാധന അവിടെ ഉണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായ ഒത്തിരി കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി കത്തോലിക്ക സഭയിലേക്കില്ല. കാരണം എനിക്കൊന്ന് മനസ്സിലായി, കർത്താവ് ആണ് സത്യം. അങ്ങനെ എന്റെ ക്രിസ്ത്യൻ ജീവിതം ആരംഭിക്കുന്നു. പൂർണ്ണ വേർപാടോട് തന്നെ ദൈവാത്മാവിനാൽ സമർപ്പിക്കപ്പെട്ടു. നല്ലപോലെ ആത്മാവില് സന്തോഷമായ ജീവിതം, ക്രിസ്തുവായ ഒരു ജീവിതം. വീട്ടുകാർ പിണങ്ങുന്നു, കൂട്ടുകാർ പിണങ്ങുന്നു, ലോകം ഒറ്റപ്പെടുത്തുന്നു, ഇതൊന്നും എനിക്കൊരു വിഷയമില്ല. കാരണം അതിനേക്കാൾ ഒക്കെയും സന്തോഷവും സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ചേർത്തു. ഞാൻ അതേപോലെ പറഞ്ഞു, കർത്താവേ, ഈ ഭൂമിയിൽ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, അങ്ങനെ ചേർത്ത് കൊണ്ടുവന്ന ഞാൻ നിന്റെ പിന്നാലെ വരാം. എനിക്ക് വിവാഹം കഴിക്കണമെന്നില്ല കർത്താവേ. എനിക്ക് വളരെ യൗവന പ്രായം, 23 വയസ്സ് കഴിഞ്ഞ സമയം
ഞാൻ ഒരു 25 വയസ്സ് വരെ ഒറ്റയ്ക്കൊരു ജീവിതം കർത്താവുമായിട്ട്. എനിക്ക് കൂട്ടുകാരില്ല, എല്ലാം ദൈവമക്കൾ, ദൈവജനം, ദൈവദാസന്മാരാണ് എന്റെ ഫാമിലി മെമ്പേഴ്സ്. പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും സ്നേഹം എനിക്കുണ്ട്. വീട്ടിൽ വരുമ്പോ എല്ലാവരുടെ വെറുപ്പും ദേഷ്യമുണ്ട്. ഹോസ്റ്റലിൽ വരുമ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നു, എല്ലാവരും ഒറ്റപ്പെടലാണ്. പക്ഷേ ആ ഒറ്റപ്പെടലിന്റെ നടുവിൽ നമ്മളെ സ്നേഹിക്കാൻ ദൈവം, അപ്പനമാര്, അമ്മമാര്, സഹോദരങ്ങളെ ദൈവം നമുക്ക് തരും. ദൈവമക്കളെ എനിക്ക് എല്ലാമായി തോന്നും. ദൈവം എന്റെ കരത്തിൽ പിടിച്ചു ജയോത്സവമായി ഞാൻ മുന്നോറിക്കൊണ്ടിരിക്കുവാണ്. എന്റെ വീട്ടിൽ വലിയ ചോദ്യചിഹ്നമായി. 25 വയസ്സായി, കെട്ടണ്ടേ അവള്? ആര് കെട്ടും? എങ്ങനെ? ഓരോ തരത്തിൽ അവർക്ക് ആർക്കും പെന്തിക്കോസി കെട്ടിക്കാൻ തയ്യാറല്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുന്നില്ല. കാരണം കെട്ടുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവകൃപ ഉള്ള ഒരു പുരുഷനെ ഞാൻ കെട്ടത്തുള്ളൂ. അത് സ്വന്തമായിട്ട് ഞാൻ പോകത്തില്ല. എന്റെ പെന്തിക്കോസ്കാരോട് പറഞ്ഞും ചെയ്യത്തില്ല. നിങ്ങൾ എനിക്കൊരു പുരുഷനെ തേടി കൊണ്ടുവന്ന് പൈസ ചെലവാക്കി എന്റെ ചേച്ചിമാർക്ക് കൊടുത്ത് അതുപോലെ കൊടുത്ത് മാന്യമായ വിധം, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും. 55 വയസ്സ് വരെയും എനിക്കൊരു ഗവൺമെന്റ് ജോലിയുണ്ട്, ഹോസ്റ്റലിൽ എനിക്കൊരു മുറിയുണ്ട്. അത് കഴിഞ്ഞ് നേരെ അനാഥ മഠത്തിൽ പോയി എന്റെ പൈസ എല്ലാം അവിടെ കൊടുത്ത് എനിക്ക് ആരോഗ്യം ശേഷിക്കുന്ന അവരെ ഞാൻ നോക്കി ജീവിക്കും. ഞാൻ നിത്യതയിൽ ചെയ്യും. ഇതാണ് എന്റെ പ്ലാൻ. അല്ല, ഇതിനപ്പുറം ഒരു പ്ലാൻ ദൈവത്തിനുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ മുൻപിൽ ഒരു ചെറുക്കനെ കൊണ്ടുവരും. നിങ്ങൾ എന്നെ എല്ലാ A to Z കാര്യങ്ങൾ ചെയ്ത് എന്നെ കെട്ടിക്കും. അതാണ് എന്റെ പൂർണ്ണമായ ഒരു എന്റെ തീരുമാനം. അങ്ങനെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പെന്തിക്കോസ് സഭയിൽ അവിടെ CPM-കാരുടെ ഇടയിൽ ചെന്ന് കന്യാസ്ത്രീ ആയിക്കോളാം. എന്തായാലും കന്യാസ്ത്രീ ആൻ ഒരുങ്ങിയില്ല, അപ്പൊ അവിടെ പോയി കന്യാസ്ത്രീ ആയിക്കോളാം. ഈ വർഷം 26 വയസ്സ് ആവുന്ന ഈ വർഷം 31-ാം തീയതി രാത്രിയിൽ അവിടെ വേർപെടും. ഈ കന്യാസ്ത്രീകളെ വേർപെടും. അവർ പ്രാർത്ഥിച്ച ആൾക്കാരെ വേർതിരിക്കും. ആ ദിവസം ഞാൻ ചെന്ന് എന്നെയും സമർപ്പിക്കും. നിനക്ക് എന്നെ കെട്ടിക്കാൻ ആഗ്രഹമുണ്ടോ? എന്റെ വീട്ടുകാരോട് നീ ഇടപെടണം. ചെറുക്കൻ എന്റെ വീട്ടിൽ കൊണ്ട് ചെല്ലണം. അവരെ എന്നെ കെട്ടിച്ചു തരണം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. രണ്ടിലൊന്നും നടക്കണം. ഒന്നെങ്കിൽ നീ 26 വയസ്സ് തികഞ്ഞതിന് എന്നെ കെട്ടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കന്യാസ്ത്രീ ആയിക്കോളാം. ഈ ഒരു കണ്ടീഷൻ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവമക്കളെ, ഒക്ടോബർ മാസം വരെ എത്തി, ഒരു വഴിയും തുറന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ കന്യാസ്ത്രീ ആകാൻ. പക്ഷെ നവംബർ ആയപ്പോൾ ദൈവത്തിന് അത്ഭുത പ്രവൃത്തി എന്റെ ഭവനത്തിൽ. അവിടെ പ്രൈസ് ദി ലോർഡ്, എന്റെ അനിയൻ ഹല്ലേലൂയ 23 വയസ്സേ ഉള്ളൂ. അവന് ഒരു പെൺകൊച്ചിനെ സ്നേഹിക്കുന്ന അവളെ കല്യാണം കഴിക്കണം. അപ്പൊ അവന്റെ വിവാഹം നടക്കാത്ത, എന്റെ വിവാഹം നടക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെനിക്ക് വേണ്ടി ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നത്. പെന്തിക്കോസ്കാർ ആന്റിമാരെ കാല് പിടിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവൾക്ക് ഒരു ചെറുക്കൻ വേണം, എന്നാലും ഞങ്ങൾ കല്യാണം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകൊച്ചും പെന്തിക്കോസ് ആന്റിമാരുടെ കാല് പിടിക്കാൻ തുടങ്ങി. അവസാനം ഒരു ആന്റി പറഞ്ഞു, നല്ലൊരു ചെറുക്കനുണ്ട്. ആ ചെറുക്കൻ്റെ കയ്യിൽ അഡ്രസ് എല്ലാം അവർ തന്നെ അഡ്രസ് ഒക്കെ കൊടുത്തു. അന്നൊക്കെ ഈ ടെലിഫോൺ അവർക്കുണ്ട്, ടെലിഫോൺ ഞങ്ങൾക്കില്ലായിരുന്നു. സോ എന്റെ ഹസ്ബൻഡ് ടെലിഫോൺ ഉണ്ടായിരുന്നു, ലാൻഡ് ടെലിഫോൺ. അപ്പോ അഡ്രസ് കൊടുത്ത് എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തു? വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല. അമ്മയറിയാം, പുള്ളി ഒരു പ്രവാചകനാണ്. പുള്ളി ദൈവസ്ഥനിൽ നിന്ന് ചെന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുട്ടിയെ കണ്ടിട്ടില്ല, പക്ഷെ നീ എനിക്ക് വെളിപ്പെടുത്തണം. ഇത് നിന്റെ ഹിതമാണെങ്കിൽ ഞാൻ അവിടെ പോകാം. കർത്താവ് എന്നെ കുറിച്ച് A to Z എന്റെ ഹസ്ബൻഡ് വെളിപ്പെടുത്തി. കർത്താവെ എല്ലാം വെളിപ്പെടുത്തു, എന്റെ എല്ലാ അവസ്ഥകൾ ദൈവം വെളിപ്പെടുത്തു. അപ്പൊ മോസ്റ്റാൻ വളരെ സന്തോഷം. ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. മോസ്റ്റാൻ എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന് ഹൃദയം തോന്നിയിട്ടില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, ഇത് തന്നെ നിന്റെ ഭാര്യ. ദൈവം വ്യക്തമായിട്ട് കല്യാണ ഡേറ്റും ടൈം വരെ കാണിച്ച് എന്റെ ഹസ്ബൻഡിനെ ഉറപ്പിച്ചു. പുള്ളി വരുവാ എന്റെ വീട്ടിലോട്ട്. പുള്ളിയെ കണ്ട സിനിമ നടൻ പോലെ സുന്ദരമായിരുന്നു കേട്ടോ. അത്രയും സൗന്ദര്യമുള്ള മനുഷ്യനാണ്. അത് എന്റെ ഫോട്ടോ എപ്പോഴും എന്റെ ഹസ്ബൻഡ് കാണിച്ചു. പുള്ളി വീട്ടിൽ വരുന്നു. മമ്മി, ഞങ്ങള് അവിടെ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ വന്നപ്പോ ഇത് ഒരു പുതിയൊരു മനുഷ്യൻ, ആരാ നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. വന്നപ്പോ പറയാം, ഇങ്ങനെ മെഡിക്കൽ കോളേജ് ജോലിയുള്ള ഒരു നഴ്സ് ഉണ്ടല്ലോ, നിങ്ങളെ മകള്, ആ മകളെ വിവാഹം കഴിക്കാൻ ഒരു ആലോചനയായിട്ടാണ്. അപ്പൊ ഇവർക്ക് അറിയാലോ പെന്തിക്കോസ് ആണ്, പെന്തിക്കോസ് എന്ന് പറയാം. ആ പെന്തിക്കോസ് ആണ്, ആദ്യം ഞാൻ പെന്തിക്കോസ്. വീട്ടോട് വിളിച്ചു. എന്നിട്ട് മമ്മി പറഞ്ഞു, കാണാനൊന്നും അവൾ കൊള്ളത്തില്ല, കറുപ്പ, വളരെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. അവള് കറുപ്പാണ്, നിനക്ക് ഇഷ്ടപ്പെടുത്തില്ല, നീ ഭയങ്കര സുന്ദരനല്ലേ, അതുകൊണ്ട് നിനക്കൊന്നും ഇഷ്ടപ്പെടും. മാത്രമല്ല സൗന്ദര്യം മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഞങ്ങൾ വലിയ പണക്കാരൊന്നുമല്ല എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ നെഗറ്റീവായിട്ട് പുള്ളിയോട് പറഞ്ഞു.
അപ്പൊ പുള്ളി പറഞ്ഞ മറുപടിയാണ് എന്റെ മമ്മിയെ പിടിച്ചു കുടിക്കുന്നത്. ഞാൻ സൗന്ദര്യമോ പണമോ തേടി വന്നതല്ല. ദൈവകൃപയുള്ള ഒരു കുട്ടിയാണ് എനിക്ക് ആവശ്യം. ആ ദൈവകൃപയുള്ള ഒരു കുട്ടിയെ വന്ന് അവളെന്നെ കാണട്ടെ. അവൾ കണ്ടെന്നെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ തയ്യാറാണ് ആ കുട്ടിയെ കെട്ടാൻ. അവളെന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ സമ്മതം പറയുവാണ്, ആ കുട്ടിയെ കെട്ടാൻ ഞാൻ തയ്യാറാണ്. അവൾ എങ്ങനെ ആയിക്കോട്ടെ, എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നടത്തുമെന്ന് ചോദിച്ചു. അതിന് എന്റെ മമ്മി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. മമ്മി അവിടെ പറഞ്ഞെന്ന് പറയുന്നു, ഈ മനുഷ്യൻ വന്നിങ്ങനെ ഈ കാലങ്ങൾ ഈ ആണുങ്ങൾ ഇങ്ങനെ വന്ന് പറയൂ, പണം വേണ്ട, സൗന്ദര്യം വേണ്ട, കൃപ മതിയെന്ന് ആരെങ്കിലും പറയൂ? എന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. അവളിങ്ങനെ എല്ലാം കളഞ്ഞിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കല്ലേ, ഇത് അവൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നമുക്കിത് കെട്ടിച്ചു കൊടുക്കാം, വീട്ടിൽ വേറെ ആരെ അറിയിക്കണ്ട, നമ്മളെ വീട്ടുകാർ മാത്രം അറിഞ്ഞ ഒരു കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞു. എന്റെ മമ്മിയുടെ ഡാഡിയുടെ വീട്ടുകാർ ഒന്നും അറിയിക്കാതെ ഇവർ മാത്രം നടത്താനായിട്ട് എന്റെ ബ്രദർ ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ ഇതെല്ലാം സപ്പോർട്ടായിരുന്നു. അങ്ങനെ മോസ്റ്റെ ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ മോസ്റ്റനെ കാണുമ്പോൾ ഞങ്ങളെ വീട്ടില് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്താ പറഞ്ഞറിയോ, ചേച്ചി അവരെല്ലാം വന്ന് കടി കൊടുത്തിട്ട് അവരൊക്കെ പോകും. ഞാൻ പറഞ്ഞു എനിക്ക് ചെറുക്കനോട് സംസാരിക്കണം, യഥാർത്ഥ പെന്തിക്കോസ്കാരനാണോ, ലേബിൾ ആണോ, ജീവിതം ഉണ്ടോ ഒക്കെ എനിക്ക് പരിശോധിക്കണം. എങ്ങനെ നീ പരിശോധിക്കാം, അതൊക്കെ ഞാൻ പരിശോധിച്ചോളാം. അവരെല്ലാം മാറി തന്നു. ഞാൻ മോസ്റ്റനോട് പറഞ്ഞു, ഞാനുണ്ടല്ലോ ഒരുപാട് വില കൊടുത്ത് ഇറങ്ങിയാണ് ഈ പാതിയിൽ. അതുകൊണ്ട് ഞാൻ കെട്ടുന്ന ഒരാള് എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു, എത്രമാത്രം യേശു ഉള്ളവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് യേശുവിനെ കണ്ടുമുട്ടിയ കഥയൊന്ന് പറയാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എങ്ങനെ യേശുവിനെ കണ്ടുമുട്ടിയ കഥ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ, അത് കഴിഞ്ഞ് ഞാനും പറയാം. അങ്ങനെ ഞാൻ 1.5 മണിക്കൂർ എടുത്ത് എന്റെ സാക്ഷ്യം പറഞ്ഞു. പുള്ളിക്കാരൻ 1.5 മണിക്കൂർ എടുത്ത് പുള്ളിയുടെ സാക്ഷ്യം പറഞ്ഞു. 6 മണിക്ക് വന്ന് ചെറുക്കൻ പെണ്ണ് കാണാൻ 3 മണിക്കൂറായി. എന്റെ വീട്ടിലുള്ളത് അറിയുന്നത് എന്തോ ഒരു പെണ്ണ് കാണല, എവിടെയെങ്കിലും കേട്ടിട്ടില്ല 3 മണിക്കൂർ പെണ്ണും ചെറുക്കൻ തമ്മിൽ സംസാരിക്കുന്ന കഥ. അങ്ങനെയായിരുന്നു എന്റെ വിവാഹത്തിന്റെ ആ വഴി. ദൈവമക്കളെ, എന്റെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. എന്റെ വീട്ടുകാര് ഈ വിവാഹം പെന്തിക്കോസ്കാരുടെ CPM ചർച്ചിൽ തന്നെ 4 പാസ്റ്റർമാർ നിർത്തിക്കൊണ്ട് ആത്മനിറവോടെ ദൈവമഹത്വമുള്ളവര് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം. ഞാൻ വെറും കോട്ടൺ സാരിയാണ് ഉടുത്തത്. വളരെ ഹമ്പിൾ ആയിട്ടൊരു ജീവിതമായിരുന്നു എന്റേത്. ഇതേപോലെ ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു. അങ്ങനെ കോട്ടൺ സാരി ഉടുത്ത് ഈ കല്യാണ ജീവിതത്തിൽ ഇന്നവരെയും പിന്നെ ഞാൻ പട്ടുസാരി ഉടുത്തിട്ടില്ല. കൃപയാൽ പട്ടുസാരി ഉടുത്തിട്ടില്ല. കാരണം ഞാൻ ഗോൾഡ് ഊരിയപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു, പട്ടുസാരികളുള്ള ഗോൾഡ് ഉള്ളതുകൊണ്ട് ഞാൻ പട്ടുസാരി ഉടുക്കില്ല. എന്റെ ഹസ്ബൻഡോട് ഞാൻ അത് ആദ്യം പറഞ്ഞു, കുറെ കണ്ടീഷൻസ് പറഞ്ഞു. വചന വിരുദ്ധം ഞാൻ ഒന്നും അനുസരിക്കില്ല, ഞാൻ പട്ടുസാരി ഉടുക്കൂല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം പുള്ളി സമ്മതം. ദൈവമക്കളെ, നവംബർ വന്ന് കാണുന്നു, ഡിസംബർ 22 10 മണിക്ക് ആ ദൈവം കാണിച്ചതുപോലെ തന്നെ 22-ാം തീയതി ഡിസംബർ എന്റെ വിവാഹം ദൈവം നടത്തി. എന്താ പറയാ, അത്ഭുതങ്ങളുടെ മേൽ കർത്താവിന്റെ അത്ഭുത വഴികൾ ഒന്നതായിട്ട് തുറന്നു വരുവാണ്. ദൈവമക്കളെ, നമ്മളെ ദൈവഹിത പ്രകാരം ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയാൽ ഡോറുകൾ ദൈവം തുറന്നിട്ട് തരും. നമുക്ക് അറിഞ്ഞുകൂടാ എവിടെ നിന്നല്ല വഴി, പണം എവിടുന്ന്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. കല്യാണ തല ദിവസമാണ് ഞാൻ വീട്ടിൽ വരുന്നത്, കാരണം അത്രയും നാൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമല്ലോ. അങ്ങനെ എന്റെ വിവാഹം ഒരു അത്ഭുത വിഷയമായി. ജോലി സ്ഥലത്ത് നിന്ന് 100 പേര് ഞാനൊരു ബസ് തന്നെ അറേഞ്ച് ചെയ്തു. 100 പേര്, ഡോക്ടർമാരെല്ലാം കാറിൽ, ഡോക്ടർമാരും അവരുടെ കുടുംബങ്ങളെല്ലാം കാറിൽ, അല്ലാത്ത ഹോസ്പിറ്റൽ ജീവനക്കാർ എല്ലാവരും ബസ്സിൽ, എല്ലാം കൊണ്ട് 100 പേര് എന്റെ വിവാഹത്തിന് ഹോസ്പിറ്റലിൽ തന്നെ വന്നു. എന്റെ മുസ്താന്റെ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ 150 ആൾക്കാർ. അങ്ങനെ എന്റെ വീട്ടിൽ നിന്നോ ഞങ്ങൾ മാത്രം, അപ്പനമ്മയുടെ ആൾക്കാരൊന്നും, ഒരു ആന്റി മാത്രം ഉണ്ടാകും, ബാക്കി എല്ലാം കൂട്ടുകാരാ, ചുറ്റും താമസിക്കുന്ന ഫ്രണ്ട്സും എല്ലാം കൂടെ ഒരു 50 പേര്. ഇത്രയും പേര് കൂടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മനിറവുള്ള ഒരു വിവാഹം നടന്നു. ദൈവമക്കളെ, ദൈവം എത്ര അത്ഭുതമായിട്ട് നമ്മൾ നടത്തുന്നു. കർത്താവ് എനിക്ക് ഇടയനായാൽ, the Lord is my shepherd. ഓ കർത്താവ് നമുക്ക് ഇടയനായാൽ നമുക്ക് ഒന്നിനും മുട്ടില്ലാതെ നമ്മളെ സ്വസ്ഥമായ ഒരു ജീവിതം. അങ്ങനെ അസ്വസ്ഥമായ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഒരു കുടുംബജീവിതം, സമാധാനം നിറഞ്ഞ ഒരു കുടുംബജീവിതം, ജയത്തിന്റെ കൊടി ഉയർത്തുന്ന ഒരു കുടുംബജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ചുരുക്കം പറയട്ടെ, അത്ഭുതങ്ങൾ ഓരോന്നോട്ട് ഇൻസിഡൻസ് ഞാൻ പറയാണ്. അങ്ങനെ കല്യാണം കഴിക്കുന്നു, പ്രഗ്നന്റ് ആകുന്നു. 9 മാസം ഗർഭിണിയായ ആശുപത്രിയിൽ ഞാൻ ഡെലിവറിക്ക് വേണ്ടി വരും. അവിടെ ഒരു വാക്ക് കേൾക്കും,
എന്താ എനിക്ക് അനക്കമില്ല, 20 മിനിറ്റ് ആയി എനിക്ക് അനക്കമില്ല. ഡോക്ടർമാർ നോക്കി അവർ പറഞ്ഞ് കുഞ്ഞിന് ജീവനില്ല. അതുകൊണ്ട് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നിനക്ക് പ്രസവിക്കാം, ഓപ്പറേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഞാൻ അവിടെ നിന്ന് ദൈവസ്ഥനിൽ കരയാൻ തുടങ്ങി. കർത്താവേ, കത്തോലിക്ക സഭ വിട്ട് നിന്റെ പിന്നാലെ ഇറങ്ങി വന്നത് ഒരു മരിച്ച കുഞ്ഞിനെ കൊണ്ടുവരാനാണ്? നോ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവെ, നീ എന്റെ ജീവിതത്തിൽ നീ ജീവിക്കുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ നീ ജീവിപ്പിച്ച എന്റെ കയ്യിലാണ്. ഞാൻ വിശ്വാസത്താൽ ഡോക്ടറോട് പറയാൻ പോവാ. ഡോക്ടറിനെ ഞാൻ വിളിച്ചു. ഞാൻ ഡോക്ടർ, എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തതിന് കൊച്ചിനെ ഉടനെ എടുക്കുക. എന്റെ കുഞ്ഞ് മരിച്ചാലും ജീവിക്കും, കാരണം ഞാൻ ജീവനുള്ള ഒരു യേശു എന്റെ ഉള്ളിലുണ്ട്. എന്റെ യേശു മരിച്ചവനായിരുന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്റെ യേശു എന്റെ ഉള്ളിൽ ജീവിക്കും. എന്റെ യേശു എന്റെ കുഞ്ഞിനെ ജീവിക്കും. വിശ്വാസത്താൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് എന്നെ സമ്മതിച്ചു. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകും. പണിയിലെല്ലാം ഡോക്ടറോട് സുവിശേഷം പറയുന്നു. ബ്രാഹ്മനായിരുന്നു ഡോക്ടർ. സുവിശേഷം പറയുന്ന, മാഡത്തിന് അറിഞ്ഞൂടാ, യേശുവിനാണോ, യേശു ഇന്ന് ജീവിക്കുന്നു, മരിച്ചത് ഉയർന്നേറ്റ് ഓൻ പറയാൻ അനങ്ങ് തുടങ്ങി. അവിടെ ചെന്ന് ഓപ്പറേഷൻ, ഞാൻ പറയും നട്ടൽ കുത്താവുള്ളൂ, എനിക്ക് കുഞ്ഞിന്റെ കരച്ചിലേക്ക്. അവിടെ വെച്ച് അവർ നട്ടലിൽ കുത്തുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞപ്പോ എന്തറിയോ, കഴുത്തിൽ 3 വട്ടം കോട് ചുറ്റി കിടക്കുവായിരുന്നു. അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാത്തത്. ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ തിയേറ്റർ മുഴക്കി കരഞ്ഞു. കുഞ്ഞിനെ ജീവനോട് ചുമ ഇരിക്കുന്ന 4 കിലോ വെയിറ്റ് ഉള്ള ഒരു ബേബിയെ എന്റെ ദൈവം എന്റെ കയ്യിൽ തന്നു. എന്താ ദൈവമക്കൾ ഇതിന് പിമ്പിലുള്ള കഥ? ആ കുഞ്ഞ് സുഖപ്രസാദിക്ക് ചിലപ്പോൾ ആ കുഞ്ഞിനെ കിട്ടാതെ പോവായിരുന്നു. പക്ഷെ ദൈവം അതിനെ ഹല്ലേലൂയ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിച്ചു. കുഞ്ഞിനെ ജീവനോടെ എന്റെ കയ്യിൽ തന്നു. ആ കുഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം, അവൻ അത്ഭുതപുത്രനാണ്. കാരണം അതിനുശേഷം 2.5 വയസ്സിൽ അവന് ഹല്ലേലൂയ മോളിൽ താഴെ വീഴുന്നു, 3 പല്ല് അടർന്നു വീഴുന്നു, ഇവിടെ ജോബോൺ ഒടിയുന്നു, അവൻ മുഖം വീർക്കുന്നു. ഇങ്ങനെ ഭയങ്കരമായ ഒരു അത്ഭുതം. ഞാൻ നോക്കുമ്പോ കുഞ്ഞിനെ കാണുന്നില്ല, എന്തോ വീണ് തറയിൽ. കുഞ്ഞ് വീണ് മോശൻ ഓടി വന്ന് കുഞ്ഞിനെ കോരി എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു. ഞാൻ മുറിക്കകത്ത് കയറി കതവടച്ച് ഞാൻ അവിടെ നിലവിളിച്ച് കരയുന്നു. ദൈവമേ, നീ ഒരിക്കൽ മരിച്ച എന്റെ കൊച്ചിനെ നീ ജീവനോട് തന്നല്ലേ, ഇന്ന് അപ്പ എന്റെ കുഞ്ഞിതാ മരിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞിന് ദൈവമേ ഒരു അംഗവൈല്യമില്ലാതെ എന്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോട് മടക്കി തരണമേ എന്ന് പറഞ്ഞു 10 മിനിറ്റ് അവിടെ കരഞ്ഞ് നിലവിളിച്ചു. അടുത്ത ഓട്ടോറിക്ഷ പിടിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോഴും എന്റെ ഹസ്ബൻഡിനോട് അവർ പറഞ്ഞു, ഒരു കുറെ നേരം മണിക്കൂർ എടുത്ത് ഓപ്പറേഷൻ ചെയ്ത് അവിടെ ഇവിടെ എല്ലാം ഒടിഞ്ഞു, ഇവിടെ എല്ലാം പറഞ്ഞു പോയി, വെള്ളം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു, അവിടെ എല്ലാം കുത്തി തയ്ക്കണം, അങ്ങനെ കുറെ സമയം ഒരു അനസ്തേഷ്യ കുത്തി ചെയ്യണം. എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, ഭയങ്കര അഭിഷേകത്തിന് ഭയങ്കര ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു, എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ തിരിച്ചു തന്നുള്ളൂ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. എന്റെ കുഞ്ഞിനെ തല പൊട്ടാതെ ദൈവം ഇത്രയും ചെയ്തെങ്കിൽ എന്റെ കുഞ്ഞിനെ ദൈവം സൗഖ്യമാക്കി ഈ തന്നേനെ ഞാൻ കൊണ്ടുപോകാം. ആ കുഞ്ഞിനെ അതേ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ അനുവദിച്ചില്ല. കുഞ്ഞിനെ ഇങ്ങനെ എടുത്തോണ്ട് വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡ്, ഞാൻ അപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നപ്പോ പുള്ളി തിരിച്ചു വന്നോണ്ടിരിക്കും. ഇവിടെ വന്ന് കുഞ്ഞിനെ കിടത്തി കുറച്ച് വെള്ളം എടുത്ത് പഞ്ഞി നനച്ച് ആ രക്തം ചൊറിച്ചുള്ള സ്ഥലത്ത് വെച്ചിട്ട്, കർത്താവേ എന്റെ കുഞ്ഞിനെ നീ രക്ഷിക്കണമേ, യേശുവിന്റെ നാമത്തിൽ ഈ രക്തച്ചൊറിച്ചിലൂടെ നിൽക്കട്ടെ, കുഞ്ഞ് സൗഖ്യമാകട്ടെ. ഇങ്ങനെ മോശം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ വരുമ്പോൾ വലിയ കൂട്ടം ജനം, കൊച്ചു മരിച്ചുപോയോ എന്ന് വരെ ഭയപ്പെട്ട ഒരു സ്ഥലത്ത് കുഞ്ഞാൻ വരുമ്പോൾ മോശനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും നോക്കി നിൽക്കുക, എന്താ സംഭവിക്കുന്നത്. ഞാൻ ചെന്ന് മുട്ടുമടക്കി കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവമക്കളെ ഒരാഴ്ചക്കുള്ളിൽ എന്റെ കുഞ്ഞ് പൂർണ്ണ സൗഖ്യമുള്ളവനായി. ആ ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പായി. കുഞ്ഞിന്റെ ഹാലിൽ ഇന്നും അവനെ താടി പിടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ഇപ്പോഴും ആ എല്ല് അവിടെ ഇങ്ങനെ തള്ളിയിരിക്കുന്ന. അത്രമാത്രം അത്ഭുതകരമായി അവന് പ്രായമായി. അവന് ഹല്ലേലൂയ ടീനേജ് ആയി. വണ്ടി വാങ്ങിച്ചു കൊടുത്തു. വണ്ടിയും കൊണ്ടുള്ള യാത്രയിൽ 6 വട്ടം അവന് വണ്ടി ആക്സിഡന്റിൽ മരിക്കേണ്ടവനായിരുന്നു. അവിടെ എല്ലാം ദൈവം ദൂതനയച്ച് അവനെ തട്ടി മാറ്റി അവന്റെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ 6 പ്രാവശ്യം ആക്സിഡന്റ് കഴിഞ്ഞ കുഞ്ഞായി ദൈവം അവന് വിടുവിച്ചു. എന്തിനാ ഞാൻ പറയുന്നത്, എത്ര മരണങ്ങൾ കഴിഞ്ഞു, എന്തുകൊണ്ട്? ദൈവം അവനെ കുറിച്ച് വലിയ ഉദ്ദേശം. അങ്ങനെ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ മൂത്തമ്മോന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളവും ഒക്കെ ദൈവം ചെയ്തുകൊണ്ടിരുന്ന് അടുത്ത കേൾക്കണം. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ആയതുകൊണ്ട്
കുറച്ച് ഗ്യാപ്പ് വേണം അടുത്ത കൊച്ചിന്. അപ്പൊ ഞാൻ മോശം പറ 5 വർഷം കഴിഞ്ഞ് മോശം മതി അടുത്ത കൊച്ചോട്ടോ. കാരണം നമുക്ക് ഈ കൊച്ചു തന്നെ ഭയങ്കര തടി കൊച്ചാ, ഭയങ്കര വണ്ണ. ഇവനെ എടുത്തോണ്ട് നടക്കണമെങ്കിൽ എന്റെ കൈ കഴിക്കും, പിന്നെ മോശന്റെ കൈ കഴിക്കും. അവസാനം ഞങ്ങൾ പ്രാം വാങ്ങേണ്ടി വരും, അത്രയ്ക്ക് കഷ്ടപ്പാട്. കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കാൻ വയ്യ, അത്രയും വെയിറ്റ് ഉള്ള കൊച്ചു. അങ്ങനെ അവൻ 8 മാസം ഉള്ളപ്പം ഞാൻ പ്രഗ്നന്റ് ആവുക. ഞാനൊന്ന് സങ്കടത്തിലായി. ഞാൻ മോശ എങ്ങനെ ഈ കൊച്ചിനെ എങ്ങനെ വളർത്തു, ഇതിനെ എടുത്തോണ്ട് നടക്കാൻ വയ്യ, പിന്നെ ഈ കുഞ്ഞിനെ കൊണ്ട് വന്ന് എങ്ങനെ, അയ്യോ എനിക്ക് പറ്റത്തില്ല മോശ, എനിക്ക് പറ്റത്തില്ല. ഞാൻ കരയുക. മോശ പറയും, മോളെ നിന്റെ ഇഷ്ടത്തോ എന്റെ ഇഷ്ടത്തോ ഉണ്ടായ കൊച്ചല്ലേ, നമുക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഉണ്ടായ കൊച്ചല്ലേ, നമുക്ക് രണ്ടുപേർക്ക് വേണ്ട, പക്ഷെ ദൈവത്തിന് വേണം. ദൈവം നമ്മളെ കുഞ്ഞിനെ അടിച്ചേൽപ്പിക്കുക. ഇതൊരു വലിയ ദൈവദാസനാ, ഇത് ദൈവത്തിന്റെ ദാസനാ, നിന്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസനാ. നമ്മൾ സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ സ്വീകരിക്കണം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും നമ്മൾ കഷ്ടപ്പെട്ടു ട്വിൻസിനെ പോലെ നമുക്ക് വളർത്താൻ മോളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ദൈവം നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഡോണി, അവന്റെ പേര് ഡോണി. അവനിപ്പോ ദൈവവേല ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദൈവത്തിന്റെ വേല 14 വയസ്സ് തൊട്ട് ദൈവവേല ചെയ്യും. അവൻ ശക്തമായി ചെയ്തു, നല്ല ജീവിതത്തോട് ചെയ്ത ശുശ്രൂഷന. അപ്പൊ പുള്ളി കൊച്ചു ജനിച്ചു. കുഞ്ഞ് ജനിച്ച് 4 കിലോ വെയിറ്റ് ഉണ്ട്. ആ കുഞ്ഞിനെ 1.5 കിലോ വെയിറ്റിലേക്ക് 3 ദിവസം കൊണ്ട് കുഞ്ഞ് വയറ്റിളക്കവും ഛർദിൽ, ഭയങ്കര വയറ്റിളക്കവും ഛർദിൽ. കൊച്ചു മരിച്ചു പോകുന്ന പേടിക്കും ഡോക്ടേഴ്സ്. അതുപോലെ 1.5 കിലോ വെയിറ്റ് ആയി 3 ദിവസം കൊണ്ട്. 4 കിലോ ബേബി ജനിച്ച് 3-ാം ദിവസം ആയപ്പോ 1.5 കിലോ വെയിറ്റ് ആയി. ഛർദിലും വയറ്റിളക്കം, ഛർദിലും വയറ്റിളക്കം. ഡോക്ടേഴ്സ് എല്ലാം ഭയപ്പെട്ടു, ഈ കൊച്ച് കിട്ടുമോ എന്ന് സംശയമായി. അവിടെ പ്രാർത്ഥന, ദൈവസന്നിധിയിൽ കുഞ്ഞിനെ ഞാൻ കർത്താവേ നിന്റെ ദാസൻ എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് ആവശ്യമില്ല, അപ്പൊ നീ തന്ന കുഞ്ഞ നീ ജീവിപ്പിക്കണം കർത്താവേ, നിന്റെ ദാസനാണ്, നീ ജീവിപ്പിക്കണം പറഞ്ഞു. അതുപോലെ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യമായി. ഞങ്ങൾ അങ്ങനെ കുഞ്ഞിനെ ദൈവമക്കളെ 14 വയസ്സ് തൊട്ടേ അവൻ പ്രസംഗിക്കുവാൻ തക്കവണ്ണം കുഞ്ഞിലേ അവൻ ഭക്തനാണ്. ഒരു അടി വാങ്ങിക്കോ, ഒരു വഴക്കിട്ടോ ഇല്ലാത്ത തരത്തിൽ അവന്റെ സ്വഭാവം ചെറുതിലെ അവൻ ഭക്തനാണ്. ഇന്ന് കർത്താവിന്റെ വേല കുവൈറ്റിൽ അവൻ ചെയ്യുന്നു. പീസ് ഫെലോഷിപ്പ് കുവൈറ്റ് ചർച്ചില് ആ പാസ്റ്ററിന്റെ മകളെയാണ് അവൻ വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇപ്പൊ പാസ്റ്ററിനോട് ചേർന്ന് അവിടുത്തെ വേല ചെയ്യുന്നു. അല്ലാതെ അവന് ജോലിയുണ്ട്, എഞ്ചിനീയർ ആണ്. ദൈവമക്കളെ, എന്തിനാ ഞാൻ ഈ അത്ഭുതങ്ങളെല്ലാം പറയുന്നത്? നമ്മളുടെ എല്ലാ കഷ്ടപ്പാടുകളും, നമ്മളെല്ലാ പ്രതിസന്ധികളും ദൈവത്തിന് ഒരു ഹിതമുണ്ട്. അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിന് ഒരു ഹിതമുണ്ട്. നമ്മളൊരു കഷ്ടത്തിലാകുമ്പോൾ ആദ്യമേ ചിന്തിക്കുന്ന ദൈവം അറിയാതെ ഇത് സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ ഹിതം ഇതിന് പിന്നിൽ വെളിപ്പെടുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഇതുപോലെ അത്ഭുതകരമായി നമുക്ക് നോക്കാം. അങ്ങനെ സന്തോഷത്തോടെ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. ഒരാൾക്ക് 4 വയസ്സായി, 4.5 വയസ്സായി, ഒരാൾക്ക് 3 വയസ്സായി. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സന്തോഷവും സമാധാനവും ആത്മനിർഭരവും ഞങ്ങൾ വളരെ അനുഗ്രഹമായി ഞങ്ങളുടെ കർത്താവിന്റെ വേല നടക്കുന്നു. ക്രൂസൈഡ്സ്. പിന്നെ ഒരു സംഭവം പറയാലോ, എന്റെ ഹസ്ബൻഡ് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല വരുമാനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദൈവം ഉണ്ടല്ലോ എന്റെ ഹസ്ബൻഡിനോട് ഇടപെടുക, എന്തോ ജോലി വിട്ട് നീ എന്റെ വേല ചെയ്യും. അപ്പൊ മോശ നല്ല വരുമാനം ജോലിയാണ്, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, കർത്താവേ ഞാൻ എന്റെ വേല ചെയ്തുകൊള്ളാം, പക്ഷെ ഞാൻ 1 ആഴ്ചയിൽ എന്റെ ജോലി ഒതുക്കി, നീ 3 ആഴ്ച നിനക്ക് ഞാൻ തരാം. കർത്താവ് പറഞ്ഞില്ല, ഫുൾ ടൈം എനിക്ക് വേണം, ഫുൾ ടൈം. അങ്ങനെ പറഞ്ഞ് മൂസൻ മനസ്സില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ മോശനെ ദൈവം സന്ദർശിക്കാൻ തുടങ്ങി. ആദ്യമേ ചെയ്തെന്നറിയോ, ബൈക്ക് എടുത്തോണ്ട് പോയി. ബൈക്കില്ലാതെ ഈ മെഡിക്കൽ റെപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ കാലത്തിൽ ഒരു ബൈക്കിന് 17,000 രൂപ ഉള്ളു വില. അന്നത്തെ വില അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങിക്കാൻ നിവർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ജോലി സ്ഥലത്ത് നിന്ന് എന്റെ ഹസ്ബൻഡിനെ പിരിച്ചുവിടും. എന്റെ ഹസ്ബൻഡ് ഭയങ്കര വാശി, ഇതെന്തൊരു കഷ്ടമാന്ന് പറയാം. പുള്ളി എന്ത് ചെയ്യുന്നറിയോ, കുറെ ബിസിനസ് അങ്ങോട്ട് ആരംഭിച്ചു. പൈസ ഒക്കെ ഉണ്ടായിരുന്നില്ല. ബിസിനസ് ആരംഭിച്ച് ചെയ്യുന്ന ബിസിനസ് എല്ലാം പൊട്ടി പോളിഷാവും. ഒരു ഗുണമില്ലാതെ കാശ് നഷ്ടം മാത്രം. അങ്ങനെ ആയപ്പോൾ മൂസന് മനസ്സിലായി, ഇനി എനിക്ക് ദൈവത്തോട് കളിക്കാൻ പറ്റത്തില്ല, ദൈവം എന്റെ പിന്നാലെ തന്നെയാണെന്ന് മനസ്സിലായി. കർത്താവേ നിന്റെ ഹിതത്തിനായി ഞാൻ സമർപ്പിക്കുന്നത് പറഞ്ഞു പൂർണ്ണമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു. അന്ന് മുതൽ ഞങ്ങൾ ക്രൂസൈഡുകൾ എല്ലാ ഗ്രാമങ്ങളും പട്ടണങ്ങളും കേറിയ സുവിശേഷം അറിയിക്കുന്ന ഒരു ടീമായിട്ട് ഞങ്ങൾ 5 സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, ഞങ്ങൾ എല്ലാവരും കൂടെ 10-30 പേരും കൂടെ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളും കർത്താവിന്റെ വേല ശക്തമായി ചെയ്തു തുടങ്ങി.
ഈ അത്ഭുതങ്ങൾ, അടയാള വീരപ്രവൃത്തികൾ, സ്നാനങ്ങൾ, ഒന്നും പറയണ്ട. അവിടെയൊക്കെ അത്ഭുതങ്ങൾ ഒത്തിരി നടന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഫീസ്റ്റ് ചെയ്യും. ഞങ്ങൾ ഓരോ ഗ്രാമങ്ങൾ ചെയ്യുമ്പോൾ അവര് ഒരുപാട് ഫീസ്റ്റുകളൊക്കെ ഞങ്ങള് നേരിട്ടു. ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് വൈകിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറെ പേര് ചൂട്ടും കെട്ടിയെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ബോംബിടും, നിങ്ങൾ ഇന്ന് ഇവിടെ പ്രസംഗിച്ചാൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലുന്നു. അപ്പൊ മോശ ഇങ്ങനെ പറയാ, വെടിവെച്ച് കൊല്ലുന്നു. അപ്പൊ മോശ പറഞ്ഞേ, ആദ്യം ഈ രണ്ടെണ്ണത്തിൽ തട്ടണം. ഈ രണ്ട് പിള്ളേർ ആദ്യം തട്ടണം. കാരണം നിങ്ങൾ എന്നെ കൊന്നാല് ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങൾ പൂജാപ്പേരെ ജയിലും. പക്ഷെ ഇത് രണ്ടെണ്ണം ഇരട്ടി ശക്തിയോടെ കയറി വരും. അതുകൊണ്ട് ആദ്യം അവർ രണ്ടുപേരും തട്ടിയിട്ട് എന്നെ തട്ടിയാൽ മതി. അങ്ങനെ പറഞ്ഞ് അവിടെ ഒക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവരെല്ലാം മാനസാന്തരപ്പെടാൻ ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അന്നത്തെ ശുശ്രൂഷയിൽ ഈ വന്ന പാർട്ടികളെല്ലാം യേശു രക്ഷിതാവായി സ്വീകരിക്കാൻ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അങ്ങനെ ഒരുപാട് അത്ഭുതം ഞങ്ങൾ കണ്ടു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ദൈവം എന്നെ സന്ദർശിക്കണം. എന്റെ സന്ദർശനം എന്താ? എനിക്ക് മോസ്റ്റാനി രണ്ട് പിള്ളേരും സ്നേഹം, സന്തോഷം, സമാധാനം, ഒരു ഹെവൻ, ഒരു സ്വർഗത്തിന് ഭൂമിയിലെ സ്വർഗം ഞങ്ങളുടെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കടഭാരത്തിൽ ക്രൂസൈഡ് ഓൺ ചെയ്യുന്നുണ്ട്. പല കാരണം കൊണ്ട് കടത്തിൽ കയറും. കടം വീട്ടുവാൻ എല്ലാ തരത്തിലും മാർഗമുണ്ട്. ഒരു രക്ഷയില്ല. കടക്കാരെ കൊണ്ട് ശല്യമായി. അവസാനം ഞാൻ ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് പോയി ജോലി ചെയ്ത് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് സഹായിക്കുകയും ചെയ്യാൻ, കടം വീട്ടുകയും ചെയ്യാവുന്ന പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇതപ്രകാരം എന്നെ കടത്തി വിട്ടു. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ ഈ സ്നേഹമുള്ള ഭർത്താവിനെ രണ്ട് കുഞ്ഞുങ്ങളെ, 4.5 വയസ്സും 3 വയസ്സേ ഉള്ളൂ, ഇതുങ്ങളെ ഇട്ടിട്ട് വന്നപ്പോ ഞാനൊരു പ്രാന്തിയെ പോലെ. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗൾഫും വേണ്ട, അവിടുത്തെ പണവും വേണ്ട, അവിടുന്ന് ഒന്നും വേണ്ട. എനിക്ക് ഈ തിരിച്ചു നാട്ടി വന്നു ആ ഒറ്റ മനപ്രയാസത്തോടെ എന്റെ ഹസ്ബൻഡ് ഞാൻ പറയാം, ഞാൻ തിരിച്ചു വരുവാ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് നിങ്ങളെ കാണാൻ ജീവിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു വേണം, ഞാൻ ജോലി കളയുമോ? മോശ പറഞ്ഞു, നിനക്ക് പറ്റിയില്ല, നീ പോരുന്നു. അങ്ങനെ ജോലി കളഞ്ഞ് തിരിച്ചു നാട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം ഏത് ഉദ്ദേശത്തോടാ എന്നെ കുവൈറ്റിൽ കൊണ്ടുപോകുന്നതിൽ ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത്, രണ്ടുപേരും ഒരു മുറിയിൽ. എന്റെ മുറിയില് ഒരു CSI ഒരു കുട്ടിയെ ദൈവം കൊണ്ടിരുന്നു. ആ കൊച്ച് പൈശാചികമായ ശല്യമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്റെ മുറി വന്നു കഴിയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പിശാചുണ്ടായിരുന്നു. അപ്പൊ അവൾ എന്നെ കൂടെ എന്നെ നോക്കി, യു ആർ എ ഡെവിൾ, എന്നോട് പറയും, നീ ഒരു പിശാചാണ്. മനസ്സിലായോ? അപ്പോഴും ഞാൻ ഈ കൊച്ചിന് ഇങ്ങനത്തെ അസ്വസ്ഥതൊക്കെ ഉണ്ടെന്ന് അറിയാമെങ്കിലും ഞാനത് മൈൻഡ് ആക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച് ശക്തിയോട് ഞാൻ പോകുന്നുണ്ട്. അവസാനം ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് നമ്മളെ പള്ളിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ പറഞ്ഞു, നീ എന്റെ കൂടെ ചേർച്ച് വരാൻ പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞങ്ങളെ ചേർച്ച് ആണെങ്കിൽ തീപ്പൊരിയാണ്. എന്നാൽ ചർച്ച് ഓഫ് ഗോഡ് ദൈവദാസന്മാരൊക്കെ ഭയങ്കര അഭിഷക്തരാ. കുറെ മെമ്പേഴ്സ്, വലിയ ചേർച്ചാണ് ഞങ്ങള് ചേർച്ച്. അങ്ങനെ എല്ലാവരും ഒരുപാട് നേരം ആരാധിക്കുന്ന ഒരു സഭയാണ്. ഞങ്ങൾ ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ ആരാധിച്ചു തുടങ്ങിയപ്പോൾ ഇവളുടെ എല്ലാ ലക്ഷണങ്ങളും കൊണ്ട് പിന്നെ ഒന്നും വേണ്ട. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായി. എന്റെ മുറി കൊണ്ടുവരുമ്പോൾ ഹോസ്പിറ്റലിലുള്ളവരും അവളെ കാണുന്നവരെല്ലാവരും പറയോ, അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സാക്ഷ്യം പറയും. പക്ഷെ എന്റെ മുറി വരുമ്പോ ഈ കൊച്ചു എന്റെ കൂടെ പ്രാർത്ഥിക്കത്തില്ല. എന്നോട് പറയുന്നറിയോ, ദൈവം എന്നോട് സംസാരിക്കുന്നു, തന്നെ പോയി പ്രാർത്ഥിക്കണം, നിങ്ങളെ കൂട്ടത്തിൽ ഒന്നും പ്രാർത്ഥിക്കാൻ വരല്ലെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുക. ഞാൻ അറിയുന്നില്ല, ഇത് മറ്റേ സംഭവമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയില് ജോലി സ്ഥലത്ത് വെച്ച് ഇതെല്ലാം മാനിഫെസ്റ്റ് ആയിട്ട് ഹോൾ ഹോസ്പിറ്റലും ഹോസ്റ്റലും എല്ലാവരും അറിഞ്ഞു, ചർച്ചിൽ എല്ലാവരും അറിഞ്ഞു. വേഗം അവരെന്നെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൂട്ടുകാരിക്ക് വട്ടുപിടിച്ചു, ഉടനെ വരണം. ഞാൻ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഒന്നും എനിക്ക് പറയാൻ പറ്റും. വിളിച്ചോണ്ട് വരുന്ന എന്നെ മുറിയിൽ കൊണ്ടുവരും. അന്ന് മുതൽ കണ്ണുനീരും പ്രാർത്ഥനയും ഉപവാസം തുടങ്ങി. എന്തിനാ? ഇവിടെ അവസാനം ഞങ്ങള് നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു, ഈ കുട്ടിയെ പ്രാന്താശുപത്രി കൊണ്ടുപോകണം, കാരണം ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അത് കഴിഞ്ഞ് നമുക്ക് ഡീപ്പോർട്ടും ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ ശരിക്കും സോറി. ഓക്കെ അല്ലേ? ശരിയായോ? ശരിയായി.
അപ്പൊ ഇത് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ഈ കുട്ടിയുടെ ഒരു വിടുതലിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു ദിവസം നഴ്സിംഗ് സൂപ്രണ്ട് തീരുമാനിച്ചു, എന്നെയും കൂട്ടി ഇവളെ ആംബുലൻസിൽ കയറ്റി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സഭയായിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്രാർത്ഥന. ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇടാൻ വയ്യ നമുക്ക്. ആ പരുവത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഭാരത്തോടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ ഒരു ഫ്രണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്, നിമി എന്നാണ് പേര്, ഇപ്പൊ അമേരിക്കയില. പുള്ളിക്കാരി ഈ വിഷയത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ദൂത് പറഞ്ഞു, ഈ വിഷയത്തിന് ഒരു വിടുതൽ ദൈവം തരും, അത് ഹോസ്റ്റൽ വെച്ച് തന്നെ ദൈവം തരും. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ കർത്താവേ, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, മനസ്സ് മടുത്ത്, ഞാൻ ഇതെല്ലാം കണ്ടും കേട്ട് എല്ലാവരും അറിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു, എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, ആകെ പേടിച്ചിരിക്കുമ്പോൾ ഞാൻ ജോലി സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ അഭിഷേകത്താൻ അറിയും. പുത്തൻ അഭിഷേകം, അന്ന് പറയാ ഇതിനു വേണ്ടിയുള്ള അഭിഷേകം. പറഞ്ഞ ആ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം ദൈവം അഭിഷേകം ചെയ്യുന്നു. ഹോസ്റ്റൽ വെച്ച് ദൈവം അത്ഭുതകരമായി ആ കുട്ടിയെ ദൈവം വിടുവിക്കും. അവൾ പൂർണ്ണമായി അതിൽ നിന്ന് ദൈവം വിടുവിച്ച് അത് എവിടെ ജോലി ചെയ്തു അവിടെ തന്നെ അവൾ ജോലി ചെയ്തു. മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വിഷയമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്ഭുതമായി ദൈവം വിടുവിച്ചു. അത് കഴിഞ്ഞുടനെ അടുത്ത ആള് വന്നു, അവിടെ ദൈവം വിടുവിച്ചു. പിന്നെ അവിടെ ഒരു സൂസൈഡൽ ടെൻഡൻസിയുള്ള ഒരു കേസ് കൂടെ, അതുകൊണ്ട് ഞാൻ പറയാം. ആ ഹോസ്റ്റലില് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങി. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഈ കുട്ടി വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവനാമ മഹത്വം എടുക്കാനുണ്ട്. ഹോസ്പിറ്റലും ഹോസ്റ്റലിലും ചേർച്ചിലും എല്ലാം ദൈവനാമ മഹത്വം എടുത്തു ഈ കുട്ടിയുടെ വിടുതൽ. അത് കഴിഞ്ഞ് വേറൊരു കുട്ടിക്ക് ഇതുപോലെ വന്ന് അവളും വിടുവിക്കപ്പെട്ടു. അതെല്ലാം പ്രാർത്ഥനയുടെ ശക്തി, ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന ശക്തി, ദൈവത്തിന്റെ അഭിഷേകം പകർന്ന ഒരു സമയം. അവിടെ ഒരു ചെറിയൊരു അപ്പോസ്തല പ്രവൃത്തിയുടെ ഒരു കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മരുന്ന് കഴിക്കുന്നില്ല, രോഗം വന്നാൽ പ്രാർത്ഥിച്ച സുഖമാവുന്നു. അങ്ങനെ ഞങ്ങളെ ഹോസ്റ്റൽ ശക്തമായ ഒരു പ്രാർത്ഥന കൂട്ടാം. അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നു. ബൈബിൾ സ്റ്റഡി തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി, ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ തുടങ്ങി, സഭയിൽ വിശ്വാസികൾ നിറയാൻ തുടങ്ങി. എല്ലാ തരത്തിലും ദൈവപ്രവൃത്തിയുടെ ഒരു കാലഘട്ടമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു വിഷയം കൂടെ അവിടെ നടന്ന് ഞാൻ പറയാം. അല്ലയോ സ്തോത്രം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു, വെളിയിൽ താമസിക്കുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും അവൾക്ക് ഹസ്ബൻഡിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് അവളെ കൊച്ചിനെ നാട്ടിൽ കൊണ്ടാക്കണം, തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് അവൾക്ക് മരിക്കണം. ആ പരുവത്തില് അവൾ ഹോസ്റ്റലിലോട്ട് വരുവാണ്. ഞങ്ങള് ഹോസ്റ്റലിൽ ഈ കൊച്ച് വരുമ്പോ എല്ലാവരും ഞങ്ങളോട് പറയുന്നുണ്ട്, ഈ കുട്ടി സൂസൈഡ് ചെയ്യും കേട്ടോ. അതുപോലെ അവളുടെ കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുക. അവള് സൂസൈഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും ഈ ഹോസ്റ്റലിൽ വരുന്നത് എന്നൊക്കെ എല്ലാരും പറയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ പ്രാർത്ഥിച്ചൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പേടി, ഇവളുടെ റൂമിൽ പോയി സുവിശേഷം പറയുന്ന ദിവസം കാണി ഇവള് തൂങ്ങി ചത്താലോ, ആ ഒരു പേടി. ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്ന് സുവിശേഷം പറയുന്ന ദിവസം ആയിരിക്കും അവൾ അന്ന് തൂങ്ങി ചാവുന്നെങ്കിൽ ഞങ്ങളെല്ലാം ജയിലിൽ പോയത്. സോ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു മെയിനായിട്ട്. ഞങ്ങൾ തമ്മിൽ പറഞ്ഞു, വിനമോളെ നമ്മളെങ്ങാണ്ട് ആ റൂമിൽ പോയി സുവിശേഷം പറഞ്ഞു ഇവളെങ്ങാണ്ട് തൂങ്ങി ചത്ത എന്ത് ചെയ്യും, അതുകൊണ്ട് മിണ്ടായിരിക്കും, പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി. പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുട്ടിയെ വിടുവിപ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നീ ഒരു ക്ലൂ നിനക്ക് തരണം. അവള് വന്ന് ഞങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടു. കാരണം അവളുടെ അവളുടെ റൂമിൽ തന്നെ ഒരു അമ്പലമുണ്ട്, അവളുടെ വീട്ടിലൊരു അമ്പലമുണ്ട്. അവള് സകല ഉമ്മ വിഗ്രഹങ്ങളെ ആരാധിച്ച ഒരു ഭക്തയായ ഒരു കുട്ടി, നായർ കുടുംബം. അവിടെ വീട്ടിൽ തന്നെ റൂമിനകത്ത് തന്നെ അമ്പലമുണ്ട്, അതുപോലെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവിടെ സമാധാനം കെട്ടിട്ടാണ് അവൾ ഹോസ്റ്റലിൽ വരുന്നത്. ഹോസ്റ്റലിൽ അവൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി ഉറങ്ങാതെ നടക്കും. എന്താണെന്നറിയോ? നിരാശ. അപ്പൊ അവളുടെ റൂംമേറ്റ് ഒരു മർദ്ദമ വെച്ചുണ്ടായിരുന്നു. അവൾ പറയും, നീ എന്തിനാ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് സമാധാനം പറയും. ഞാനുള്ള ദൈവങ്ങളെല്ലാം വിളിക്കുകയല്ലേ, ഞാൻ നേർച്ച കാഴ്ചകൾ ചെയ്യുന്നു, ഞാൻ എന്റെ വീട്ടിൽ അമ്പലമുണ്ട്, എന്റെ മുറിക്കകത്തൊരു അമ്പലമുണ്ട്, ഞാൻ ഈ ദൈവങ്ങളെല്ലാം വിളിച്ചിട്ട് ഒരു ദൈവവും എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ ദൈവം ഇവളെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അവള് വന്ന് ഞങ്ങളോട് പറയാ, എനിക്ക് വേണ്ടി കൂടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാം, ഇവിടെ ഒരു വലിയ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, എനിക്ക് വേണ്ടി ഒന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ ചോദിച്ചു. അന്ന് ദൈവത്തിന് ഹല്ലേലൂയ അത്ഭുതം നടക്കുന്ന അവളെ ഞങ്ങളെ മുറിക്ക് വിളിക്കുന്നു. വിളിച്ച് അവള് വരുന്ന എന്തിനാണെന്നറിയോ? ഇത്രയും രൂപ വേണം, എന്തിനാ? കൊച്ചിനെ നാട്ടിൽ കൊണ്ടാക്കണം, അവൾക്ക് തിരിച്ചു വരണം, മരിക്കണം, ഇതാണ് അവളുടെ ഉദ്ദേശം.
അപ്പോൾ പറയാം, എനിക്ക് ഇത്രയും രൂപ വേണം, അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും രൂപ എനിക്ക് വേണം, ഇന്ന് ആവശ്യത്തിന് എനിക്ക് നാട്ടിൽ പോണേ, എന്റെ കുഞ്ഞിനെ നാട്ടിൽ കൂടെ ആക്കാനാ, എന്തിനാ ഭരിക്കുന്നതിനൊന്നും പറയുന്നില്ല എന്നോട്. അപ്പൊ ഞാൻ എന്നോടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, നീ ഞാനേ ഒരു കാര്യം പറയട്ടെ, നിനക്ക് പൈസ മാത്രമല്ല, നിന്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്ക് നിന്നെ സഹായിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം, പരിചയപ്പെടണോന്ന് ചോദിച്ചു. ആ വേണം വേണം, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്ക് പരിചയപ്പെടണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാ നിന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ആരുമല്ല, യേശു ആണ് ആ ആള്. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തി തരാം, നീ തന്നെ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ബൈബിൾ, മലയാളം ബൈബിൾ, എനിക്ക് മലയാളം അറിഞ്ഞില്ല, മലയാളം ബൈബിൾ എടുത്ത് ജനസിസ് ഉൽപ്പത്തി തൊട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരാൻ പോകുന്ന ആ പ്രവചനങ്ങൾ എല്ലാം, കന്യക ഗർഭിണിയാവും, അതിന്റെ എല്ലാ പ്രവചനങ്ങളും അവളെ കൊണ്ട് വായിപ്പിച്ചു. അവളെ കൊണ്ട് ഓരോന്ന് കൊടുത്തിട്ട് ഇത് വായിക്കുക, എന്നിട്ട് ഞാൻ അത് പറഞ്ഞു കൊടുക്കും, ഇത് വായിക്കുക, അത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എല്ലാം അവർ പ്രവചിച്ചു. പല പല സമയങ്ങളാണ് ഇത് പ്രവചിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ യേശുവാണ്. പിന്നെ യേശു വന്ന ശേഷം അവന്റെ നാമത്തിൽ കർത്താവിന്റെ ആ വചനങ്ങൾ എല്ലാം, ഒരു വീട് ജനിച്ചാല് സ്വർഗരാജ്യം കയറുള്ളൂന്നും യേശുവിനെ ഏറ്റു പറയുന്ന കാര്യവും, പിന്നെ എന്തെല്ലാ വചനങ്ങളുണ്ടോ ഒരാൾ രക്ഷിക്കപ്പെട്ട, അതെല്ലാം അവളെ കൊണ്ട് വായിച്ചു. പുതിയ നിയമം മുഴുവൻ ഈ രക്ഷയുടെ ദൂത് വെള്ളുന്ന എല്ലാ ഭാഗങ്ങളും എടുത്ത് അവളെ കൊണ്ട് വായിച്ചു. റെവലേഷൻ വരെ പോയി. അവിടെ ചെന്ന് അന്ത്യ ന്യായവിധി ഒന്നവരുടെ വാക്കുകൾ ഞാൻ പറഞ്ഞു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി പുകയിൽ തള്ളി. ഈ യേശു ഇന്ന് മരിച്ചടക്കപ്പെട്ടു പോയി നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട് യേശു. ഈ യേശു നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണം, നിന്നെ രക്ഷിപ്പാൻ ഇവന് മാത്രമേ പറ്റൂ. യേശു നിനക്ക് വേണോ? അപ്പൊ എന്തുവാ, ഇത്രയും വചനം അവളല്ലേ വായിച്ചേ. അപ്പൊ വചനം തന്നെ അവളോട് ഇടപെടാൻ തുടങ്ങി. ഓരോ വചനം വായിക്കുന്നതനുസരിച്ച് അവളോട് ദൈവം ഇടപെടാൻ തുടങ്ങി. അവള് ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ ആൾ കരയാൻ തുടങ്ങി. റെവലേഷൻ എത്തിയപ്പോൾ ഈ കൊച്ചു കരച്ചിലും തുടങ്ങി. എന്നിട്ട് പറയും, എനിക്ക് ഈ ആൾ എനിക്ക് വേണം, ഈ യേശു എനിക്ക് വേണം. അങ്ങനെ യേശുവിനെ അവള് രക്ഷിതാവായി സ്വീകരിക്കുന്നു. വിശ്വസിക്കത്തില്ല. അന്നത്തെ ദിവസം അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. അടുത്ത എന്റെ കൂട്ടുകാരെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവൾക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് നീ ഇവിടെ വരണം, ഇനി അവൾക്ക് വചനം ബാക്കി പറഞ്ഞു കൊടുക്കണം, അവളെ ഒന്ന് സ്ട്രോങ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോയി. എന്റെ കൂട്ടുകാരി വന്ന് ഞങ്ങൾ ഒരുമിച്ചായി, ഞങ്ങൾ രണ്ടുപേരും മെയിൻ ആയിട്ട് എത്തി. അവള് വന്ന് അവളെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അത് നന്നായിട്ട് മനസ്സാക്കി കൊച്ചു. അന്ന് രാത്രി 1 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് അവൾ ഉറങ്ങുന്നു. സുഖമായിട്ട് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത്, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ, വേറെ എവിടെയും പോകുന്നില്ല, എനിക്ക് സമാധാനം കിട്ടി, എനിക്ക് ഉറങ്ങാൻ പറ്റി, ഇനി എനിക്ക് ഈ ദൈവം മതി, എനിക്ക് ഈ ദൈവം മതി എന്ന് പറഞ്ഞു. ഇവള് പിന്നെ ഞങ്ങളെ വിട്ട് മാറത്തി, ഞങ്ങളെ കൂടെ കൂട്ടായ്മ പ്രാർത്ഥന ഒക്കെ എല്ലാം വരാൻ തുടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ ഈ കൊച്ച് രക്ഷിക്കപ്പെട്ട മാത്രമല്ല, അവള് ഹല്ലേലൂയ ദൈവത്തിന് അത്ഭുത പ്രവൃത്തി അവള് ചെയ്തു. ഒരാഴ്ചയും കൊണ്ട് അവളുടെ ഭർത്താവിനെ എന്ന് വിളിച്ച് വഴക്ക് പറയുന്ന ആ കൊച്ച്, വഴക്കെന്നല്ല മറ്റേ ഭാഷയാ പറയുന്നത്, ആ മനുഷ്യനെ രാത്രിയിൽ അവൾ വിളിച്ചിട്ട് പറയാ, ചേട്ടാ. അങ്ങേരുണ്ടല്ലോ, അങ്ങേക്ക് ഷോക്ക് ആയിട്ടവള്, ഈ സ്ത്രീ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത് ഇതുവരെ വിളിച്ചു പറയാൻ വായിൽ പറയാൻ കൊള്ളാത്ത വാക്ക്, നിനക്കെന്ത് പറ്റി? അതിനവൾ പറഞ്ഞു, യേശുവിന്റെ ജീവിതത്തിൽ വന്നു, എനിക്ക് സമാധാനം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ചേട്ടാന്ന് വിളിച്ചത്. അയാൾ പറഞ്ഞു, നിന്നോട് ആര് പറഞ്ഞു യേശുവിനെ വിളിക്കാൻ? അങ്ങനെ ഭയങ്കര ചൂടായി. അപ്പൊ ഞാൻ നാളെ ഹോസ്റ്റലിലോട്ട് വരുന്നു, എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അങ്ങ് പുലി പോലെ നിൽക്കുക. അത് പറഞ്ഞ് വന്നോളാൻ പറഞ്ഞു. അപ്പൊ അവള് എന്ന് പറയും, ഹസ്ബൻഡ് വരും, ഹോസ്റ്റലിൽ വരും, നാളെ ഞങ്ങൾ പ്രേയറിന് പോകാൻ തുടങ്ങി, ബൈബിൾ സ്റ്റഡിക്ക് പോകാൻ തുടങ്ങുക. അപ്പൊ ഹസ്ബൻഡ് വരും. ഈ കുട്ടി ഹസ്ബൻഡ് വരുന്ന കണ്ടിട്ട് ദൈവം ഭയങ്കരമായിട്ട് ദൈവമായിട്ട് ബന്ധമായി. അവൾ പ്രാർത്ഥനയോടെ ദൈവം അവളോട് സംസാരിച്ചു, ആഭരണം എടുത്ത് മാറ്റണം. അവൾക്ക് ആ താലിമാലയും ആഭരണം എല്ലാം ഊരി അവൾ തനി പെന്തിക്കോസ്കാരിയെ പോലെ ഇറങ്ങി ഞങ്ങളിവിടെ വരുവാ. ഞങ്ങളെല്ലാം പേടിച്ചു. ഹസ്ബൻഡ് വരാൻ പോണു, അവളാണ് ആഭരണം ഊരി താണേ, എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, മോളെ ഇത്രയും പെട്ടെന്ന് നീ ആഭരണം ഊരണ്ട, സ്നാനപ്പെട്ട ശേഷം ഊരിയാ മതി, നീ വിടും. ഈ അങ്ങനെ എന്തൊക്കെ ബഹളം ഉണ്ടാക്കുക ആർക്കറിയാം. എന്റെ കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ ഊരിയത്, നിങ്ങൾ ആരും പറഞ്ഞിട്ടല്ല, കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഊരിയത്. അതുകൊണ്ട് ഞാൻ എന്തും നേരിടാൻ തയ്യാറാണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഇങ്ങനെ ഭയത്തോട് നിൽക്കുക, ഞങ്ങളെല്ലാം കൂടെ ഒരുങ്ങിയിരിക്കാൻ പോകാനായിട്ട്. ഞങ്ങൾ ഭയന്ന് നിൽക്കുക, ഇനി എന്താ അവിടെ സംഭവിച്ചു. നോക്കിയപ്പോ ഈ മനുഷ്യൻ വരുന്നു, ഈ പുള്ളിക്കാരത്തി ചെല്ലുന്നു, ഇങ്ങനെ ബോംബ് ബ്ലാസ്റ്റ് പോലെ ഷൗട്ട് ചെയ്യും, എന്നോട് ആരും പറഞ്ഞിട്ട് എന്റെ താലിബാനി ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കാൻ. ഇവൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ മൗനമായിട്ടിട്ട്, ദൈവമേ നീ പറഞ്ഞിട്ടാണ് ഞാൻ ആഭരണം ഊരിയത്, ഈ മനുഷ്യനോട് ഒരു മറുപടി
കൊടുക്കാൻ നീ എന്റെ നാവിൽ തരണമെന്ന്. ദൈവം കൊടുത്ത മറുപടി കേൾക്കണം. അവൾ അവനോട് പറയാ, ഈ നാൾ വരെ നിങ്ങൾ എന്നോട് വിശ്വസ്തനായിരുന്നു, വിശ്വസ്തനായ ഒരുവനെ ഞാൻ കണ്ടെത്തി, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആപത്തു. അത്രയും വാക്കുകൾ മതിയായിരുന്നു അവനെ മാനസാന്തപ്പെടുത്താൻ. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അവളുടെ കാലിലേക്ക് വീണ് ക്ഷമ വയ്ക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും കെട്ടിപ്പടുത്തവും സ്നേഹമായി, ഭയങ്കര സ്നേഹമായി. നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ കൂട്ടായി. അത് കഴിഞ്ഞ് ആ മനുഷ്യന്, ഞങ്ങളെല്ലാം അപ്പത്തേക്ക് ബസ്സിൽ കയറാനായിട്ട് പോവാ. ബസ്സിൽ കയറാൻ വരുമ്പോള് ഈ മനുഷ്യന് അവിടെ നിൽക്കുക. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് ബൈബിൾ സ്റ്റഡിക്ക് പോവാണ്, അതുകൊണ്ട് ഞങ്ങള് കൂടെ വരാവോ എന്ന് ചോദിച്ചു. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ബസ്സിനകത്ത് കയറി ഞങ്ങളുടെ കൂടെ ബൈബിൾ സ്റ്റഡിക്ക് പുള്ളി വരുവാ. അത്രമാത്രം ഒരു മാനസാന്തരം അങ്ങനെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളുടെ കൂടെ ബൈബിൾ സ്റ്റഡിക്ക് വരുവാണ്. ഞങ്ങൾ ബൈബിൾ വണ്ടിക്കകത്ത് കയറിയ ഉടനെ ഞങ്ങൾ തുടങ്ങിയ പാട്ടാണ്, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അങ്ങനെ സമാധാനം നിറഞ്ഞ പാട്ടുകൾ പാടി 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 ഞങ്ങൾ അവിടെ പോയി. പാസ്റ്റർ ലെറ്റർ കൊടുത്തു, ഇങ്ങനെ ഇന്നാൾ വന്നിട്ടുണ്ട് ഇവിടെ ഇന്ന വ്യക്തിയുടെ ഭർത്താവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പേര് കൊടുത്തു. പാസ്റ്റർ ഇങ്ങനെ ബൈബിൾ സ്റ്റഡി എടുക്കുന്ന കൂട്ടത്തിൽ രക്ഷയുടെ ദൂത് ശക്തമായി പറഞ്ഞിട്ട് പറഞ്ഞു, ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരും എന്നെ കേൾക്കുന്നെങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള അവസരം. മുന്നോട്ട് വരാമെങ്കിൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തില് ഞങ്ങൾക്ക് ഏൽപ്പിക്കാമോ? ഈ മനുഷ്യൻ ഓടി വന്നു. അവിടെ നിൽക്കുന്ന എല്ലാ ദൈവമക്കളാ, ഭാവിയായിട്ട് ആരും ഇവിടെ ഇല്ല, ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇയാൾ ഓടി വന്നു മുട്ടമടക്കി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ചുരുക്കം പറയട്ടെ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവർ രണ്ടുപേര് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഒരുമിച്ച് വെളിയില് താമസിക്കാൻ വരുന്നു. താമസിച്ചോണ്ടിരുന്ന ഭവനം വിട്ട്, കാരണം അവിടെ ഭയങ്കര ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയ വീടല്ലേ, വേറെ വീടെടുത്തിട്ട് അങ്ങേര് ഇവളെയും ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. കുടുംബമായിട്ട് സന്തോഷമായി ആത്മനിറവുള്ള ജീവിതം, ചർച്ച് ഓഫ് ഗോഡിലെ ബിലീവേഴ്സ് ആയി രണ്ടുപേര് സ്റ്റാൻഡപ്പ് ഇടുന്നു. അങ്ങനെ ഒരു ഭയങ്കര സംഭവമായിരുന്നു ആ വിടുതൽ. അവൾ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും കുവൈറ്റിലുണ്ട്. അതുകൊണ്ട് ആ പേരുകൾ പറയാത്തെ, കാരണം ആ നാണക്കേടല്ലേ, അതുകൊണ്ട് ആ പേരുകൾ പറയാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകൾ കൂടെ അവിടെ കടന്നു പോകുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭീഷണി വരുന്നു. ഹോസ്റ്റലിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നെല്ലാം ഞങ്ങൾ ഇങ്ങനെ മതം മാറ്റുന്ന ഒരു കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരായി ഹല്ലേലൂയ മിനിസ്ട്രി ഇങ്ങനെ ഭയങ്കര ഒരു പോരാട്ടം തുടങ്ങി. അപ്പൊ അവസാനം ഞാനും മറ്റേ കൊച്ചുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരാണ് ഈ ബൈബിൾ ട്രാക്ട് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആണ് വ്യക്തമായിട്ട് മേറ്റൻ വിളിച്ച് സംസാരിക്കുന്നത്. ഹോസ്റ്റലിലെ വാർഡൻ വിളിച്ച് പറയുന്നു, നിങ്ങൾ ആപത്തിലാണ്, നിങ്ങൾ ഡേഞ്ചറസ് ഗ്രൗണ്ടിലാണ്, നിങ്ങൾ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്തും സംഭവിക്കും, അതുകൊണ്ട് ഇതെല്ലാം നിർത്തി വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ മുറിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഈ പരിപാടിയെല്ലാം നിർത്തി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കഷ്ടപ്പെടേണ്ടി വരും ഒക്കെ ഇവരെല്ലാം പറയുന്നുണ്ട്. അത് ഞങ്ങളത് വലിയ കാര്യമാക്കിയത്. അതിൽ ഒരു കൊച്ച്, ഹസ്ബൻഡ് മാനസാന്തപ്പെട്ട ഒരു കൊച്ചുണ്ട്, അവളുടെ ഭർത്താവ് അവളെ ബലാത്കാരമായിട്ട് അമ്മ സീരിയസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ടെലഗ്രാം ഇട്ടിട്ട് അവളെ കൊണ്ടു. അവള് പോയപ്പോ ട്രീസ, എന്റെ കഴിഞ്ഞു, കുവൈറ്റ് ജീവിതം കഴിഞ്ഞാ പോവാണ്, ഇനി അടുത്ത നിന്നെ ആയിരിക്കും ടാർഗറ്റ്. അപ്പൊ നിന്നെ പെട്ടെന്ന് ദൈവം പറഞ്ഞു വിടും, കാരണം അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് പെടും, ജയിലിലോ എവിടെയെങ്കിലും പോയി പെടും. അതുകൊണ്ട് അതിനു മുമ്പ് ദൈവം നിന്നെ വിടും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവള് പോയി. എന്റെ കാര്യം എല്ലാ സ്ഥലത്തുനിന്നും, ഇവിടെ ഒരു സൈഡിൽ കൂടെ ദൈവവേല നടക്കുന്നു, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു, ഹോസ്റ്റലിലെ പ്രയർ ശക്തമായി മുന്നോട്ട് പോകുന്നു, സഭയില് അനുഗ്രഹമായ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ മറ്റേ വർഷം കൊണ്ട് ഭയങ്കര പ്രതികൂലത്തിന് കാറ്റ്. എന്താണ്? സുവിശേഷം മതം മാറ്റുന്നതാണ് കുറ്റം. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ച് എന്റെ നഴ്സിംഗ് സൂപ്രണ്ട് പറഞ്ഞു, നീ നിനക്ക് ഡേഞ്ചറാ, ഇനി ഈ കണക്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിന്നെ ഡീപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ ഡീലിൽ കൊണ്ടിടും, നീ അതോട് സ്ഥലം പെട്ടെന്ന് വിട്ടു. അപ്പോഴെന്താ, ഇവിടെ ഞങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ സുവിശേഷ വേല ക്രൂസൈഡ്സ് നടത്തുന്നു, ഒരു പൈസ ബാങ്കിൽ എടുത്തില്ല, ഒരു നിക്ഷേപമില്ല, ഒരു വീടില്ല, സ്ഥലമില്ല. ഗൾഫിൽ 9 വർഷമായിട്ട് 8 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന എനിക്ക് 5 സെന്റ് ഭൂമിയും ഇല്ല, വീടുമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ലാതെ ഞാൻ പെട്ടെന്ന് മൊസ്റ്റാൻ അറിയിക്കുന്നു, മൊസ്റ്റാ ഇങ്ങനെ തിരിച്ചെനിക്ക് വരേണ്ടി വരും, നമ്മൾ ഒരു പൈസയും സമ്പാദിച്ചില്ലല്ലോ, വീട് വെച്ചില്ല, സ്ഥലം വെച്ചെന്ന് പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് മൊസ്റ്റാന്
വീട് വെക്കാത്തോണ്ട് സ്ഥലം വെക്കാത്തോണ്ടൊക്കെ എന്റെ ആങ്ങള ഭയങ്കരമായിട്ട് ചൂടായി. അങ്ങനെ മോസ്റ്റാൻ എന്റെ ഒരു 8 വർഷമായപ്പോൾ സംഭവമാണ്. 8 വർഷമായപ്പോ എന്റെ ബ്രദറിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടായി. ഇങ്ങനെ ഒന്ന് 5 സെന്റ് സ്ഥലം വാങ്ങുന്നാൽ വീട് വെക്കുന്നില്ല, എന്തോ ഇത് എന്ന് പറഞ്ഞ ബഹളമായപ്പോ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞായിരുന്നു, മോസ്റ്റ പൈസ ഇനി ബാങ്കിലിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് നമുക്ക് വീട് വെക്കാം. അങ്ങനെ പുള്ളി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സമ്പാദിച്ച ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം അഡ്വാൻസ് കൊടുത്തു. ഈ 4 ലക്ഷം കൂടെ കൊടുക്കണം. 7 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം അഡ്വാൻസ് കൊടുത്ത് ആ സമയത്താണ് ദൈവം എന്നോട് ഇങ്ങനെ തിരിച്ചു പോകാൻ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭയങ്കര സങ്കടം. എന്റെ സാലറി കൂടി 15 രൂപ 15,000 റുപ്പീസ് സാലറി കൂടി. ഒരു വർഷത്തെ ഏരിയർ കിട്ടും. ഇതെല്ലാം സ്വപ്നങ്ങളായിരിക്കും. ഇതെല്ലാം കൂടി ഒരു വീട് വെക്കാമല്ലോ എന്ന് ഓർത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പോഴത്തേക്ക് 9 വർഷം ഞാൻ തികയും. ഇനി ഒരു വർഷം കൂടെ എനിക്ക് ലീവ് ഉണ്ട്. 10 വർഷം ലീവ് എടുത്തിട്ടാ പോയത്. അങ്ങനെ ഞാൻ അവിടെ വളരെ സങ്കടത്തിലായി, ദുഃഖത്തിലായി. എന്നാലും ഞാൻ റിസൈൻ ചെയ്തു, മടങ്ങിപ്പോകും. നാട്ടിൽ വരുന്നു കംപ്ലീറ്റ് ആ കിട്ടിയ പൈസ മുഴുവൻ കൊണ്ട് ആ സ്ഥലം വാങ്ങിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എല്ലാ വഴികളാണ്. ഞാൻ ജോലിക്ക് തിരിച്ചു കയറുന്നു. ഞങ്ങൾ ആ ഒരു ശമ്പളം കൊണ്ട് ജീവിച്ചു. ഞാൻ മുസ്ത ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടിയിട്ട് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്റെ ജീവിതത്തിൽ? ഇത് ഭയങ്കര വേദനയായിരിക്കും. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോളെ ദൈവം എന്നോട് എന്ത് പറഞ്ഞെന്നറിയാവോ? നിന്നെ തിരിച്ച് നീ എവിടെ നിന്ന് കരഞ്ഞു വന്നു അവിടേക്ക് നിന്നെ തിരിച്ചു വിട്ട് കൈ നിറയെ നന്മ തന്ന് നിന്നെ മതി കർത്താവെ, എനിക്ക് തിരിച്ചു നാട്ടിൽ പോകണം, മതി, ഈ നന്മ മതി എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി എന്നോട് പറഞ്ഞു, വെയിറ്റ് ചെയ്തു, ദൈവം പ്രവർത്തി. അങ്ങനെ ഞാൻ ജോലിക്ക് കയറുന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. വയസ്സ് 47ആയി. പ്രവചനം നിറവേറിയില്ല. എന്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രവാചകനാ. പുള്ളി പറയുന്ന പ്രവാചനം അച്ചിട്ടാണ്. ഈ ഇത്രയും വർഷം കൊണ്ട് ഞാനത് കാണുന്നില്ലേ. അതുകൊണ്ട് എനിക്ക് 100% എനിക്ക് ഉറപ്പാണ് മുസ്ലിം പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ 47 വയസ്സായി. 47 വയസ്സായി. എനിക്ക് ഒരു വഴിയും തുറന്നില്ല കുവൈറ്റിൽ പോയാൽ. ഞാൻ പറഞ്ഞു, ഞാൻ കിളവിയായി മോസ്റ്റ. ഇനി ആർക്ക് വേണം ഈ കിളവി ഇനി കുവൈറ്റിൽ? മോസ്റ്റ പറഞ്ഞ പ്രവചനമൊക്കെ എവിടെ? ദൈവം തന്നെയാണോ സംസാരിച്ചത് എന്നൊക്കെ ഞാൻ ചോദിച്ചത്. മോസ്റ്റ പറഞ്ഞു, മോളെ ഞാൻ ഇപ്പോഴും പറയാണ്, നീ പറന്നു പോകുന്ന ദൈവം എന്നെ കാണിച്ചു. നീ ഉടനെ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് 47 വയസ്സായി. എനിക്ക് ബ്ലീഡിങ് അങ്ങ് തുടങ്ങി. എന്തുവാ? യൂട്രസിന്റെ ബ്ലീഡിങ്. ഫൈബ്രോയിഡ് യൂട്രസ് ആയിട്ട് ബ്ലീഡിങ് തുടങ്ങിയിട്ട് എനിക്ക് നിൽക്കാത്ത ബ്ലീഡിങ്. രക്തം കുറഞ്ഞ് 7 HB 7ആയി. ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ആള് തട്ടിപ്പോ. എന്റെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണ്ട, കത്തിയില്ലാതെ ഞാൻ അവളെ വിടുവിക്കാം എന്ന് പറഞ്ഞു. ഞാൻ മരണത്തോട് മല്ലിടുന്നു. എന്റെ ആരോഗ്യം ശേഷി വരുന്നു. എനിക്ക് തന്നെ അറിയാൻ ഞാൻ മരിക്കാൻ തുടങ്ങുക. ഞാൻ മോസ്റ്റ ഞാൻ മരിച്ചു പോത്തേ ഉള്ളൂ. എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാമോ? ചെയ്താൽ ഞാൻ രക്ഷപ്പെടും ആ ഡോക്ടേഴ്സ് പറയുന്നു. മോസ്റ്റൻ കൊണ്ടുപോവാ എന്നെ. ഞാൻ മരിച്ചു പോകും മോസ്റ്റ, എന്നെ മോസ്റ്റൻ കൊല്ലുവാ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അത് കേട്ടിട്ട് പുള്ളി എന്നെ കോരിയെടുത്ത് വണ്ടിക്കകത്തിട്ട്, കർത്താവെ നീ പറഞ്ഞിട്ടാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യാത്തത്. നീ ഈ വാക്കുകൾ കേട്ട് എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ കൊണ്ടുപോവാ അവളെ. പക്ഷെ ഇപ്പോഴാണെങ്കിലും നിനക്ക് അവളെ വിടിയിപ്പാൻ ശക്തനാണ്. എന്റെ ദേഹത്ത് കൈ വെച്ചിട്ട് യേശുവിന്റെ അധികാരയുടെ നാമത്തിൽ ഈ രക്തച്ചോർച്ചിൽ നിൽക്കട്ടെ. എന്റെ ഭാര്യ പൂർണ്ണമായി സൗഖ്യമാകട്ടെ യേശു നാമത്തിൽ. ഞാൻ മരണദൂതനെ ഞാൻ ശാസിന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വിശ്വസിക്കത്തില്ല, അതുവരെ കട്ട എനിക്ക് തന്നെ അറിയാമല്ലോ ബ്ലീഡ് ചെയ്യുന്നത്. അപ്പം നിന്നതാ എന്റെ ബ്ലീഡിങ്. കൃപയാൽ ഇന്ന് വരെ ബ്ലീഡ് ചെയ്തിട്ടില്ല, ഒരു ഓപ്പറേഷനും ചെയ്തിട്ടില്ല. ദൈവം അത്ഭുത സൗഖ്യം തന്നു. ആ അവസ്ഥയിൽ പൂർണ്ണമായി കർത്താവിനെ വിടുവിച്ചു. എന്റെ രക്തമൊക്കെ നോർമലായി, ഞാൻ ഓക്കെ ആയി. ഞാൻ മോശം ഇനിയാണ് ഈ കളവി ഇനിയും പോവോന്ന് ഞാൻ ചോദിച്ചു. ഇനിയും പോകും. ഇനി ഉടനെ ഉണ്ട് മോളെ, ഉടനെ ഒരു ഏജൻസി വിളിച്ച് ഒരു പേപ്പറിൽ ഒരു പരസ്യം വന്ന് വിളിച്ചപ്പോ 40 വയസ്സ് താഴെയുള്ള ഒരു ആവശ്യം. എന്താ നഴ്സിംഗ് സൂപ്പർവൈസർ ജോബാ. എനിക്ക് അതിനുള്ള എല്ലാ കഴിവുണ്ട്. ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. 23 വർഷമായി ഞാൻ ജോലി കയറിയിട്ട്. ഞാൻ അപ്ലൈ ചെയ്ത്. അവര് പറഞ്ഞു 40 വയസ്സ് മോൾ വേണ്ട എന്ന് പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, മോളെ ഇത് തന്നെയാണ് ഏജൻസി, ഈ വഴി കൂടെയാണ് നീ പോകുന്നത്. അതുകൊണ്ട് ആ ടെലിഫോൺ എടുത്തിട്ട് പുള്ളി പറഞ്ഞു, നോക്ക്, ഞങ്ങൾ അവിടെ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയില്ലേ ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ വന്നാൽ ഞങ്ങളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കും.
അവർ പറഞ്ഞു, ഓ അതിനൊന്നും പ്രശ്നമില്ല. ആര് വന്ന് ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചോളാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇല്ല, ഞങ്ങൾക്കത് പ്രശ്നം, അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളെ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവർക്ക് വിശ്വാസത്തിൽ പോവാ. പക്ഷെ അവർ മോളെ ഇതാണ് വഴി, ഇതാണ് നിന്നെ, ഇപ്പോഴാണ് ദൈവം നിന്നെ വിടുന്നത്. അവിടെ ചെന്ന് 23 വർഷം എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒരു കുവൈറ്റി ഉണ്ട്, അങ്ങനെ 3 വ്യക്തികളുണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിച്ചു, ആൻസർ വന്നു. രണ്ടാമത്തെ ആള് ചോദിച്ചു എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു 23. അപ്പൊ അവളെ മുഖത്തോട്ട് 23 വയസ്സോ, ഇവിടെ 40 വയസ്സ് താഴെയുള്ളവരാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ 9 വർഷം അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത ഒരാളാണ്, അതുകൊണ്ടാണ് വന്നത്. MOH ഞാൻ ജോലി ചെയ്തത്. പുള്ളി പറഞ്ഞു നീ 9 വർഷം MOH ജോലി ചെയ്തെന്നോ? ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് ഒരു ഇന്റർവ്യൂ വേണ്ടല്ലോ. ഒരു പേപ്പർ എടുത്ത് പാസ്റ്റ് എഴുതി എനിക്ക് ഇന്റർവ്യൂ പോലും ചെയ്യാതെ എന്നെ കടത്തി വിട്ടു. പിന്നെ അടുത്ത പരീക്ഷ എഴുത്ത് പരീക്ഷയായിരുന്നു. ആ എഴുത്ത് പരീക്ഷയില്ല, ഈ ഇന്റർവ്യൂ പാസ്സാകുന്നവർക്കേ പരീക്ഷ ഉള്ളൂ. ആ എഴുത്ത് പരീക്ഷയില്ല 25-ൽ എനിക്ക് 23 മാർക്ക് തന്ന ദൈവം ജയിപ്പിച്ചു. അവിടുത്തെ നമ്പർ 1 മാർക്കാണ്. എല്ലാ കൊച്ചു പിള്ളേർ 25 വയസ്സ് പ്രായമുള്ള പിള്ളേരല്ലേ. ഞാൻ 47 വയസ്സുകാരി, ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈസിയാ ആൻസർ ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് 25-ൽ 23 പ്ലസ് ഇംഗ്ലീഷ് നോളജും ഉണ്ട്. എല്ലാം കൊണ്ട് ദൈവ കൃപയുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് ദൈവം എന്നെ ഹയസ്റ്റ് മാർക്ക്. അതുപോലെ അങ്ങ് 100% എല്ലായിടവും നമ്പർ 1-ൽ വന്നു. എങ്ങനെ എന്നെ കടത്തി വിട്ടു. രണ്ടാമത്തെ പ്രാവശ്യം കുവൈറ്റിൽ ഞാൻ പോയി, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. ഈ മോസ്റ്റാൻ പറഞ്ഞു കൊണ്ട് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി. മതി മോസ്റ്റ, ഇനി എനിക്ക് അങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഞാൻ ഫുൾ തൃപ്തിയോടെ കൈ നിറയെ കാശുമായിട്ട് ഇവിടെ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു 5 ബെഡ്റൂം ഒരു ഹൗസ് ദൈവം ഞങ്ങൾക്ക് ദാനമായി. അതിലെ കാര്യങ്ങൾ അത്ഭുതം വെച്ചാൽ അത്ഭുതങ്ങൾ. റിട്ടയർമെന്റ് സമയത്ത് എനിക്ക് 21 ലക്ഷം രൂപ കിട്ടി. അതും കൂട്ടി. പിന്നെ ദൈവം വഴികളെല്ലാം തുറന്ന് നല്ല മനോഹരമായ പട്ടണത്തിന്റെ നടുവിൽ ആ 10 സെന്റ് സ്ഥലത്തില് ഒരു 5 ബെഡ്റൂം ഹൗസ് ദൈവം ഞങ്ങളെ തന്നു മാനിക്കുവാനായി. ദൈവമക്കളെ, അത് ആ അത്ഭുതങ്ങളുടെ ആ വിഷയങ്ങൾ ഭയങ്കര സംഭവമായിരുന്നു. അതെല്ലാം അത് കഴിഞ്ഞ് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഒരു പൈസ ഡൊണേഷൻ കൊടുക്കാതെ അവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. ദൈവ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾ പെൺകൊച്ചുങ്ങളെ ഞങ്ങൾ ഭവനത്തിൽ വരുന്നു. അവരുടെ വിവാഹം ദൈവം അത്ഭുതകരമായി അനുഗ്രഹമായി നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ മൂത്ത മോൻ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇളയ മോന്റെ ഭാര്യ പ്രഗ്നന്റ് ആകുന്നു. ഇതുവരെ അനുഗ്രഹമായി സമാധാനമായി സന്തോഷമായി ഒരുപാട് അത്ഭുതങ്ങൾ വന്ന ഞങ്ങളുടെ ജീവിതത്തില് ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും ഏറ്റവും ഭാരം എനിക്ക് ഉണ്ടാക്കിയ ഒരു വിഷയമാണ് എന്റെ പ്രിയപ്പെട്ടവന്റെ വേർപാട്. അതെനിക്ക് പറയാതെ പോകാൻ പറ്റും. ദൈവമക്കളെ, അതുവരെ 32 വർഷക്കാലം സമാധാന സന്തോഷം നിറഞ്ഞൊരു കുടുംബ ജീവിതം, അനേക അത്ഭുതങ്ങൾ കണ്ടു. അനേക അത്ഭുതങ്ങൾ, അടയാളം, വീരപ്രവൃത്തികൾ കണ്ടു. ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ച് എല്ലാം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഒരു ദിവസം എന്റെ ഹസ്ബൻഡ്, ഞാൻ റിട്ടയർമെന്റ് ആയി 3 വർഷമായി. റിട്ടയർമെന്റ് ആയിട്ട് ഞാൻ റിട്ടയർമെന്റ് ആയി 3 വർഷം ഞങ്ങൾ ഒരുമിച്ച് രാവും പകലും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ഫുൾ ടൈം സ്വിംഗ് ഞങ്ങൾ ചെയ്യുമ്പോൾ സഭയുടെ ശുശ്രൂഷകനായി IPC ചർച്ചിലെ ഒരു സഭ ശുശ്രൂഷകനായിട്ട് 15 വർഷം കൊണ്ട് ജോലി ചെയ്തു വരുന്നു. അതിനു മുമ്പ് ഞങ്ങൾ ക്രൂസൈഡും കാര്യങ്ങളായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിൽ അനുഗ്രഹമായി സഭ പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോസ്റ്റാന് ഒരു ഏരിയ പാസ്റ്റ് ആവുന്നു. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ഒരു ദിവസം മോസ്റ്റാനോട് പറയാം, മോളെ ദൈവം എന്നെ ആദ്യം എടുക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഞാനങ്ങ് ഷോക്കേറ്റ്. ഞാൻ പറയൂ, കൊച്ചു പിള്ളേർ പോലെ ഓടി നടക്കുന്ന, ഒരു രോഗമില്ലാത്ത എന്റെ ഹസ്ബൻഡിനെ കണ്ട 59 വയസ്സുണ്ടെന്ന് ഒരു മനുഷ്യന് പറയില്ല. അത്ര യൗവന ലുക്ക്, ഭയങ്കര ഹെൽത്തി, ഭയങ്കര ആരോഗ്യം, ഭയങ്കര സൗന്ദര്യം എല്ലാം ഉണ്ട്. ഞാൻ പറയും, മോസ്റ്റേ ഞാനല്ല രോഗി, മോസ്റ്റനൊന്നും അങ്ങനെ മരിച്ചൊന്നും പോകത്തില്ല, ദൈവം ആദ്യം എന്നെ എടുക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനങ്ങ് തള്ളിക്കളഞ്ഞു. ആക്ച്വലി അതൊരു പ്രവചനമാണ്. ദൈവദാസന് ദൈവം സംസാരിച്ച് ഒരു പ്രവചനമാണ്. ഞാൻ ആ ദൂത് ഏറ്റെടുത്തുമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുമില്ല, അങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ സുഖമായിട്ട് മുന്നോട്ട്. 4 മാസം കഴിഞ്ഞു മോസ്റ്റൻ ഒരു പനി വരുന്നു. പനി വന്ന് കടുപ്പത്തിൽ വന്ന് അവസാനം ഈ പനിയുടെ പരിശോധനയിൽ കൂടെ മോസ്റ്റാന് ക്യാൻസർ, കോളൻ ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജസ്
വന്നിട്ട് ലിവറിലേക്ക് പടർന്നു കഴിഞ്ഞു. മൂസ്റ്റാന് ഹൈ ഫീവർ. പെട്ടെന്ന് ശരീരം ക്ഷീണിക്കാൻ തുടങ്ങി. എല്ലാം തോലായി. ഒരു മൂസ്റ്റാൻ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ 2 ആഴ്ച പിന്നെ ജീവിച്ചുള്ളൂ. ഡയഗ്നോസ് റിസൾട്ട് കിട്ടി, ലാസ്റ്റ് സ്റ്റേജസ് ആണെന്ന് അറിഞ്ഞ ആ റിസൾട്ട് കിട്ടിയ ശേഷം പിന്നെ 2 ആഴ്ചയും കൂടി ജീവിച്ചുള്ളൂ. ഡോക്ടർ പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോക്കൂ, നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റും ചെയ്യണ്ട. അവിടെ ചെന്ന് സ്നേഹത്തോട് നിങ്ങൾ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്ത പുള്ളിയോട് ചേർന്നിരുന്ന ആ വ്യക്തി പെട്ടെന്ന് ഈ ലോകം വിട്ടു. ഞങ്ങളും മക്കൾ രണ്ടുപേരും ഞാൻ കൂടെ മുഖത്തോട് മുഖത്ത് നോക്കി ദുഃഖം നിറഞ്ഞവരായി എന്റെ ഹസ്ബൻഡിന് ഈ ട്രിവാൻഡ്രം പട്ടണത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, കിംസ് ഹോസ്പിറ്റൽ. ഞങ്ങൾ അവിടെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ കൈ കാലിയാണ്, ബാങ്ക് കാലിയാണ്. ഞങ്ങൾ ആരുടെയും കയ്യിൽ ഒരു പൈസയും, വീട് വെച്ച് കംപ്ലീറ്റ് പൈസ എല്ലാം കംപ്ലീറ്റ്, ആരുടെയും കയ്യിൽ ബാങ്കിൽ പൈസ ഇല്ല, ആരുടെയും കയ്യിലും കാശ്. പക്ഷെ ഞങ്ങൾ എവിടെയാ പോകുന്നത്? ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്, ഏറ്റവും കൂടുതൽ ബില്ല് വരുന്ന ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോകുന്നത്. വിശ്വാസത്താൽ പോവുക. എന്റെ മക്കൾ പറഞ്ഞു, മമ്മി എന്ത് വന്നാലും നമുക്ക് കിംസി കൊണ്ട് അഡ്മിറ്റ് ചെയ്യാം. അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. മോസ്റ്റൻ അവിടെ കിടക്കുമ്പോൾ എങ്ങനെ ബില്ലടയ്ക്കും ഞങ്ങൾക്ക്. എന്റെ സഹോദരങ്ങൾ എല്ലാം ഗൾഫിൽ നിന്ന് ഒരു ആങ്ങളെ വന്നു, ബോംബെയിൽ നിന്ന് 2 ചേട്ടത്തിയാനെത്തി വന്നു. മോസ്റ്റന്റെ സഹോദരങ്ങള് ഹൈദരാബാദിൽ നിന്ന് അവിടെ നിന്ന് എല്ലാവരും വന്ന് ഇവിടെ താവളം നിൽക്കുക. ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് കേട്ടിട്ട് ആർക്കും ദഹിക്കത്തില്ല. എല്ലാവരും വന്ന് ഇവിടെ കിടക്കുക. എന്റെ വീട്ടിന്റെ ചുറ്റില് ഓരോ വീടുകളും സ്ഥലങ്ങളും എല്ലാവരും വന്ന് കിടക്കുക. ഇതെന്താ ആവും അറിയാൻ പറ്റും. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റും. ഞാനത് എങ്ങനെ ഏറ്റെടുക്കും? എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്ക് വട്ടുപിടിക്കും? എന്തൊക്കെ ആൾക്കാർ പലതും ചെയ്തു. 2-3 ദിവസം കൂടുമ്പോൾ ബില്ല് വരും. വലിയ ബില്ലാ വരുന്നേ. നമ്മൾ ആരുടെയെങ്കിലും കാശില്ല കേട്ടോ. ആ ബില്ല് വരുന്ന തലേ ദിവസം ആകുമ്പോൾ ഈ വരുന്നവരുണ്ടല്ലോ, എന്റെ വീട്ടുകാർ, മൂസേന്റെ വീട്ടുകാർ, എന്റെ ബന്ധുക്കാര്, എന്റെ സഭക്കാര് എല്ലാവരും വരുമ്പോ ഒരു വലിയ തുക കാശുമുണ്ടാകും. ഇതെല്ലാം വാങ്ങിച്ച് വെക്കുമ്പോൾ ബില്ല് വരുമ്പോൾ അത്രയും പൈസ ബില്ലടയ്ക്കും. പിന്നെ അടുത്ത ബില്ലിനോട് കാശില്ല. അത്രയും ബില്ല് മുഴുവൻ വലിയൊരു എമൗണ്ട് ആയിരിക്കും. അത് മുഴുവൻ അവിടെ പൈസ വന്നു കാണും. അതെല്ലാം അടച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ബില്ല് 2-3 ദിവസം കഴിഞ്ഞ് വരും. പിന്നെ അടുത്ത ബില്ല്, കർത്താവേ ഒന്നും കയ്യിലില്ല, നീ തന്നെ. അങ്ങനെ എന്റെ ആങ്ങള 1 ലക്ഷം രൂപ കൊണ്ടുപോകും. എന്റെ ആങ്ങള 1 ലക്ഷം രൂപ. പിന്നെ അതുപോലെ താഴോട്ട് 10 രൂപ തൊട്ട് മുകളിലോട്ട് പല പേരും വിശ്വാസികള്, ദൈവദാസന്മാര്, എന്റെ സഹോദരങ്ങൾ, മോശയുടെ സഹോദരങ്ങള്, ഞങ്ങളെ ബന്ധുക്കാര്, ഞങ്ങളെ കൂട്ടുകാർ എല്ലാവരും വരുക. 10 കുറഞ്ഞ ആരും തരുന്നില്ല. എല്ലാവരും കൊണ്ട് പൈസ ഇങ്ങനെ തരുക. പൈസ വാങ്ങിച്ച് ഞാൻ ഈ കബഡി വെക്കുക. ഞാൻ അതിനെക്കുറിച്ച് ബോധടയില്ല. ഞങ്ങൾ മോശയുടെ ജീവൻ പോകുന്നതിന്റെ സങ്കടം. അതിങ്ങനെ കൂട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ അടുത്ത ബില്ല് വരുമ്പോ എടുക്കും. പിന്നെ ആ പൈസ കൊടുക്കും. എന്റെ മക്കള്, എന്റെ 2 മക്കൾ, അവരുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എല്ലാ തരത്തില് അവിടെ മോസ്റ്റാൻ 30-ാം തീയതി വരെ അവിടെ മോസ്റ്റാൻ കിടക്കും. മോസ്റ്റാൻ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം 3-ാം തീയതിയാണ്. അപ്പൊ ഞങ്ങൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുൾ റിസൾട്ട് കിട്ടുന്നത്. എല്ലാം കൊണ്ട് ഒരു 3-ാം തീയതി പോയ മോസ്റ്റാൻ 30-ാം തീയതി അവിടെ നിന്ന് മോസ്റ്റാൻ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായിട്ട് രോഗിയെ മരിക്കുന്ന ആ ദിവസമായപ്പോൾ എല്ലാ ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ മണിക്കൂർ മാത്രമേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ വളരെ ദുഃഖത്തിലാണ്. എന്റെ മനസ്സിൽ മോസ്റ്റാൻ മരിച്ചാലും ജീവിക്കും. ഞാൻ എല്ലാവരോടും പ്രത്യാശയോട് പറയാ. എല്ലാരും എന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഞാൻ വലിയ പ്രത്യാശയോടാ നിൽക്കുന്നത്. എന്തുവാ? മരിച്ചാലും ജീവിക്കും. കാരണം മോസ്റ്റാന്റെ ശുശ്രൂഷ കഴിഞ്ഞില്ല, യൗവനമാ, നല്ല കൃപയാ. അതുകൊണ്ട് മോസ്റ്റാൻ ശുശ്രൂഷ ഒന്നും തീർന്നിട്ടില്ല. മോസ്റ്റാൻ ജീവിച്ചു വരും, ഒരു അത്ഭുതം നടക്കും എന്നൊക്കെ ഞാൻ ഇരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം മോസ്റ്റാൻ മരിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. അങ്ങനെ ആയി മരിക്കുന്ന ദിവസം എല്ലാ ദിവസവും മോസ്റ്റാൻ എന്നോട് പറയുമ്പോൾ 30-ാം തീയതി ആകുമ്പോ നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ എന്ന് പറയും. അപ്പൊ പുള്ളി എന്താ പറയുന്നത്? പ്രവചനത്തിലാ ഈ പറയുന്നേ. പുള്ളിക്ക് അറിയാം പുള്ളി മരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പുള്ളി പറയുന്നേ 30-ാം തീയതി ആകുമ്പോ നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ എന്നാ എന്നോട് പറയുന്നേ. ഞാൻ പറയും തീർച്ചയായിട്ടും പോകാം മോസ്റ്റാ. ഡിസ്ചാർജ് എഴുതി നമ്മൾ വീട്ടിൽ പോകാം, ഓക്കെ എന്ന് പറയും. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ഞാൻ വിശ്വാസം മോസ്റ്റാ, എനിക്ക് വിശ്വാസം നമുക്ക് 30-ാം തീയതി ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ പോവാം എന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോ പുള്ളി പറയുന്നത് ആത്മാവില്ല, നിത്യഭവനത്തിൽ പോകുന്ന കാര്യം പറയുന്നേ. പക്ഷെ ആ ദിവസം വന്നു കഴിഞ്ഞപ്പോ
രാത്രിയാമങ്ങളിൽ ഞാൻ മൂസ വെള്ളം കൊടുക്കും. എനിക്ക് മൂസന്റെ മുഖം കണ്ട അറിയാം മൂസ മരിക്കാൻ പോവാണ്. ഞാൻ നേഴ്സല്ലേ, അപ്പൊ മരണങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ആള് മരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് തന്നെ മരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവിടെ, പക്ഷെ ഞാൻ പ്രത്യാശ എന്തുവാ, മരിച്ചാലും ജീവിക്കും. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ മൂസനോട് വെള്ളം കൊടുക്കുമ്പോൾ, മരിക്കുന്നതിനെ കുറിച്ച് മണിക്കൂർ മുമ്പുള്ള സംഭവമാണ്. കുറച്ച് മുമ്പ് വരെ ദൈവം എന്നോട് സംസാരിക്കുന്നു മോളെ എന്ന് പറഞ്ഞു. ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഓക്കെ, ദൈവം എന്താ പറയുന്നത് കേൾക്കും മൂസ. ഞാൻ വിചാരിച്ചു ഇത് വലിയൊരു അത്ഭുതം നടക്കാൻ പോവാ, അതുകൊണ്ട് ദൈവം സംസാരിക്കുന്നു. ഞാൻ അതൊക്കെ കേട്ടു. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു മൂസ ദൈവം എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ദൈവം പറഞ്ഞു എന്നെ വിടുവിക്കാമെന്ന്. അപ്പൊ എന്താ വിടുവിക്കാം? ജീവൻ എടുക്കുന്നതാണ് ഈ വിടുതൽ. മൂസന് മനസ്സിലായി എന്നെ വിടുവിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, ഓ ദൈവമേ, നമുക്ക് ലോകം മുഴുവൻ പോയി സാക്ഷ്യം പറയണം കേട്ടോ മൂസ. ദൈവം മൂസനെ വിടുവിച്ച് കഴിയുമ്പോഴേ നമുക്ക് കുടുംബമായിട്ട് ഹോൾ വേൾഡിൽ പോയി പറയാം കേട്ടോ, സാക്ഷ്യം പറയാം കേട്ടോ, ദൈവം ചെയ്ത അത്ഭുതം. അടുത്ത മിനിറ്റ് ദൈവം എന്നോട് പറയാം, ഞാൻ നിന്റെ ഭർത്താവിനെ എന്റെ സന്നിധിയിൽ ഞാൻ ചേർക്കുന്നു. അന്നാ ദൈവമക്കളെ എന്റെ ജീവിതത്തിൽ ഒരു വലിയ ഷോക്കായി. ഉടനെ തന്നെ എന്റെ സഹോദരങ്ങളെ എല്ലാവരും വിളിച്ചു വരുത്തി, എന്റെ മൂത്ത മോനെ വിളിച്ചു വരുത്തി. അവനെ മൂസനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ കയറുന്നു, കഥ കുറ്റിയിടുന്നു, വെള്ളം തുറന്നു വിടുന്നു, ബക്കറ്റിൽ വെള്ളം തുറന്ന് ആ ശബ്ദത്തിൽ ഞാൻ വായിട്ട് ദൈവത്തോട് നിലവിളിക്കുവാണ്. കർത്താവേ, എനിക്ക് മൂസനെ, എനിക്ക് മൂസനെ വേണം, എനിക്ക് മൂസനെ ജീവിക്കാൻ പറ്റത്തില്ല കർത്താവേ, എന്റെ ഹസ്ബൻഡ് എടുക്കല്ലേ, മൂസനെ എടുക്കല്ലേ, എനിക്ക് പറ്റത്തില്ല. ഞാൻ വിളിച്ചു കൂവി വിളിച്ച് കരയുക ആ ശബ്ദത്തിന്റെ പിൻപിലായിട്ട്. അപ്പോൾ ബാബുച്ചരൻ പാസ്റ്ററിന്റെ മെസ്സേജ് എനിക്ക് വരുവാ, എന്തുവാ, എന്ത് സഹിക്കാൻ നീ തയ്യാറാകണം. 57-ാം സങ്കീർത്തനം എടുത്തിട്ട് അത് നീ വായിക്കണം, അത് കാണാതെ പഠിക്കണം. ഈ ആപത്ത് ഒഴിഞ്ഞുവോളം നീ എന്നെ നിന്റെ ചിറകടിയിൽ മറയ്ക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. ദൈവം നിന്നെ കൈവിടത്തില്ല, ദൈവം നിന്നെ ബലപ്പെടുത്തും. ദൈവം ഈ ദുഃഖം താങ്ങുവാനുള്ള ശക്തി ദൈവം നിനക്ക് തരുന്നു. ബാബുച്ചരൻ പാസ്റ്ററിന്റെ മെസ്സേജസ് വരും. ഞാൻ അവിടെ വെച്ച് കരഞ്ഞ് നിലവിളിച്ച് കഴിഞ്ഞു. ദൈവം ഒരു കാര്യം ചെയ്യും. ആ ബാത്റൂമിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചു, എന്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്റെ മേലെ എന്റെ അഭിഷേകം പുതിയ ആൾ പകരും, നീ ആ ബലത്തിൽ നീ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് മൂസ, എന്റെ മോൾ ദൈവം ഒരു അഭിഷേകം അയച്ചു. ഞാനങ്ങ് ബലപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ മുൻപ് മൂസന്റെ ആ ബോഡി, മൂസൻ കിടക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാ. എല്ലാരും കൂവലും കരച്ചിലും ബഹളവും പ്രാർത്ഥനയും ഒക്കെ നടക്കും. ഞാൻ ഓടിച്ചെന്ന് മൂസൻ അടുത്തിരുന്ന് എന്റെ 2 കൈ ആ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട്, മൂസന്റെ ദേഹത്തോട് 2 കൈയിൽ വെച്ചിട്ട് ഞാൻ ആ നിമിഷം തൊട്ട് ഉച്ചത്തില് അന്യഭാഷ ദൈവത്തെ ആരാധിക്കും. അന്ന് എന്റെ മേൽ പകർന്ന അഭിഷേകമാണ് ഇതുവരെയും എന്നെ നിലനിർത്തി. അന്ന് എല്ലാവരും കൂന്ന് കരയുന്ന മൂസന്റെ കണ്ണടഞ്ഞ് ജീവൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൂട്ട നിലവിളി. ഞാൻ കരയുന്നില്ല, ഞാൻ അന്യഭാഷയിൽ ഉച്ചത്തിൽ ആരാധിക്കും. ഞാൻ കണ്ണു അടച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ആരാധനയാണ് എന്നെ ആ മരണത്തെ താങ്ങുവാൻ തക്ക കൃപ. അതെന്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ഞാൻ മൂസ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സാക്ഷ്യം പറയുന്നു. അത് ആത്മാവിൽ ആ സാക്ഷ്യം കേൾക്കാം. അത് ആരെല്ലാം കേട്ടു അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമാണ്. അന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. രക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ലോകത്തോട് സുവിശേഷം ഞാൻ പറഞ്ഞു. ആ അഭിഷേകമാണ് ഇന്നും എന്നെ നിലനിർത്തി. ദൈവമക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലം തികച്ചും ഒറ്റപ്പെട്ടു. മക്കൾ 2 പേരും, ഒരാൾ കാനഡയ്ക്ക് പോയി, ഒരാൾ കുവൈറ്റിന് പോയി. അവർ കുടുംബമായിട്ട് അവിടെ നിൽക്കും. ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക്. എന്റെ മക്കളുടെ കൂടെ ഞാൻ കാനഡയ്ക്ക് പോയി 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വീണ്ടും ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഈ ഭവനത്തിൽ എന്റെ കർത്താവുമായിട്ട് ജീവിതം ഏറ്റവും മധുരമുള്ള ജീവിതം, ഏറ്റവും സമാധാനമുള്ള ജീവിതം, ഏറ്റവും കർത്താവിനാൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തോടെ ഞാൻ ജീവിക്കുന്നു. ഞാൻ കൗൺസിലിംഗിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു. ഓഫ്ലൈൻ ഓൺലൈൻ മീറ്റിംഗ്സ് ദൈവ അവസരങ്ങൾ ഒരുക്കുന്നു. എനിക്ക് സാക്ഷ്യം പറയാൻ ദൈവ അവസരങ്ങൾ ഒരുക്കുന്നു. അനേകരെ ആശ്വസിപ്പിക്കാൻ ദൈവനെ പഠിപ്പിക്കുന്നു. ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ ദുഃഖത്തിൽ മുഴുകി കിടക്കുമ്പോൾ ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. കണ്ണുനീരോട് രാത്രിയാകും. കണ്ണുനീർ
എത്ര യാമങ്ങൾ, അന്നേരം എല്ലാം എനിക്ക് ആശ്വാസം. കർത്താവായിരുന്നു എനിക്ക് ആശ്വാസം. കർത്താവിനോട് ഹല്ലേലൂയ സ്തോത്രം. എന്റെ ചേട്ടന്റെ മകള് ഒരു പ്രവാചിക അമേരിക്ക നമ്മൾ വിളിച്ചിട്ട് പറയും, ആന്റി ഐ ഹേർഡ് യുവർ ടെസ്റ്റിമണി. ആ ടെസ്റ്റിമണി ഞാൻ കേട്ട ആന്റി, എത്ര അഭിഷേകത്തോടാണ്, എത്ര ധൈര്യത്തോടാണ് ആ മരണത്തെ ആന്റി ഫേസ് ചെയ്തത്. അതുപോലെ ദൈവമക്കളെ ഈ 5 വർഷകാലം അനേക അവസ്ഥയിൽ കൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. ഒരു കാര്യം ഞാൻ ഇതുവരെയും ഒരു സാക്ഷ്യം പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ മക്കള് കാനഡയ്ക്ക് പോകും തൊട്ട് മുമ്പ് ഇവിടെ കോവിഡ് വന്ന എല്ലാവർക്കും. ആ സമയത്ത് എനിക്കും കോവിഡ് വന്നിട്ട് ഞാൻ മരണത്തോട് മല്ലിടുന്ന ഒരു രംഗം വന്നിട്ടോ. എന്റെ കുഞ്ഞുങ്ങൾ എന്നെ ഹല്ലേലൂയ സ്തോത്രം ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഹോസ്റ്റലായിരുന്നു. ആശുപത്രി എല്ലാം നിറഞ്ഞ് കവിയാൻ തുടങ്ങിയപ്പോൾ ഒരു ഡോക്ടേഴ്സിന്റെ ഹോസ്റ്റൽ തുറന്ന് അവിടെയാണ് ഞങ്ങളെ കിടത്തിയത്. അപ്പൊ ഞാൻ പോയ ഹോസ്റ്റലാണെങ്കിൽ ഫുൾ കണ്ണാടി വെച്ച് കവർ ചെയ്ത്, എല്ലാം ജനൽ കണ്ണാടി വെച്ച് ക്ലോസ് ചെയ്ത് അവിടെ ഫാനൊക്കെ വെച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ സിലിണ്ടേഴ്സ് എല്ലാം ഓൾറെഡി ആൾക്കാർക്ക് ഈ ഓക്സിജൻ സിലിണ്ടർ ഇല്ല. അങ്ങനെ ഇരിക്കും എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്ക് കോവിഡ് വന്നിട്ട് മരണത്തോട് ഞാൻ മല്ലിടുക. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാനിങ്ങനെ ശ്വാസത്തിന് വേണ്ടി ഓടി നടക്കുക അവിടെയല്ല, പക്ഷെ ശ്വാസം കിട്ടുന്നില്ല. ഓക്സിജൻ സിലിണ്ടർ തരാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മക്കളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ എനിക്കിനി പറ്റത്തില്ല, ഞാൻ മരണത്തോട് മല്ലിടുന്ന ഒരു സമയമാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് തോന്നിയത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നിട്ട് വിടുവിച്ചെങ്ങനെ അറിയാമോ? എന്റെ കൂടെ ജോലി ചെയ്തൊരു കൊച്ച് നഴ്സിംഗ് സൂപ്രണ്ട് ഓഫീസിൽ അവള് ജോലി ചെയ്യുമ്പോൾ എങ്ങനെയോ അവളുടെ നമ്പർ അവള് വിളിക്കാൻ ദൈവം എനിക്കൊരു ആഹ്വാനം ചെയ്ത്, ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഓക്സിജൻ ഇല്ലാതെ ഞാൻ ചാകാൻ തുടങ്ങുവാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടം എന്നോട്. അവൾ പെട്ടെന്ന് തന്നെ വേണ്ട ഡോക്ടേഴ്സ് എല്ലാരെയും വിളിച്ചു, എങ്ങനെയെങ്കിലും ഒരു ബെഡ് നമുക്ക് ഇവിടെ റെഡിയാക്കണം, ഒരു ഓക്സിജൻ റെഡിയാക്കണം പറഞ്ഞിട്ട് അവൾ വേണ്ട എല്ലാ സാഹചര്യം ദൈവം അവൾ കൂടെ ചെയ്തു. ഞാൻ എന്നെ പെട്ടെന്ന് അവര് വന്ന് എന്റെ മോൻ വന്ന് എന്റെ കാറിൽ കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓക്സിജൻ തരുന്നു, എനിക്ക് VIP ട്രീറ്റ്മെന്റ് തരും. അവിടെ ഒരു ഭയങ്കരമായ മന്ത്രിമാർ കൊണ്ട് കിടത്തുന്ന ഒരു മുറി എനിക്ക് വേണ്ടി അവർ ഒഴിച്ചെടുത്തു. ആ കുറെ മുറികൾ ഇങ്ങനെ മന്ത്രിമാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മുറി എനിക്ക് തന്നു. ഒരു ഡീലക്സ് പേവോടായിരുന്നു. അതിന് എല്ലാ സൗകര്യമുള്ള ഒരു മുറി, ഒറ്റയ്ക്ക് ഒരു മുറി എനിക്ക് തന്നു. അങ്ങനെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് എനിക്ക് എക്സ്റേ എടുക്കുന്നു. ഡോക്ടർമാര് നഴ്സുമാർ എന്റെ ചുറ്റിൽ ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് VIP ട്രീറ്റ്മെന്റ് തന്നു. കൃപയാല ആ മരണത്തിൽ നിന്ന് ദൈവം എന്നെ പൂർണ്ണമായി വിടുവിച്ചു. ആ കോവിഡ് പുറത്ത് ആരോഗ്യത്തോട് ഞാൻ വന്നു. അന്ന് ഞാൻ തട്ടിപ്പോണ്ട ദിവസം. അങ്ങനെ മരണകരമായ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, പുറത്തു കൊണ്ടുവന്നു. ഇന്ന് എന്റെ അനുഭവം എന്ന് വെച്ചാൽ കർത്താവിന്റെ കൂടെയുള്ള ജീവിതം. അതുവരെയും മോശ മരിക്കുന്നവരെയും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിനേക്കായി കൂടുതൽ മോശാനെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കാലം. പക്ഷെ ഇന്ന് എല്ലാവരെക്കാളും കർത്താവിനെ സ്നേഹിക്കാൻ ദൈവം എന്നെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത്. എല്ലാവരെക്കാളും കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാൻ, അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ സ്നേഹം അനുഭവിപ്പാൻ, അല്ലെങ്കിൽ ഏത് ആവശ്യത്തിന് എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് താഴത്തെ വീട് വാടകയ്ക്ക് കൊടുത്തു. അവിടെ ഒരു മോളും ഹസ്ബൻഡും താമസിക്കുന്നു. എന്റെ മക്കളെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം. എന്റെ സ്വന്തം ഒരു മോളും കുടുംബം താഴെ ഉള്ളത് പോലെ അവരിൽ കൂടെ ദൈവസ്നേഹം അനുഭവിക്കുന്നു. ഒറ്റപ്പെടലിന്റെ നടുവിൽ ഇവിടെ മോള് ഞാൻ ഒറ്റയ്ക്ക്, 3 ബെഡ്റൂം ഇവിടെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്. അത് ഇന്ന് ഞാൻ പറയുന്ന ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരു ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ കർത്താവുമായിട്ടൊരു ജീവിതമാണ് ഈ ഭൂമിയിലെ സ്വർഗം. ഇന്ന് നിത്യത ഒരു കാര്യം എന്റെ മുൻപിൽ വെച്ചുകൊണ്ട് എന്റെ ജീവിതം, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് എനിക്ക് ഒരു ഭാരമില്ല. ദൈവം അവരെ അനുഗ്രഹമായി നടത്തുന്നു, അവരെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം ദൈവം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ എനിക്ക് ഒരു ജലദോഷം പോലും വരാതെ വേണം ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും. ഏത് അസുഖം വന്നാലും ദൈവം ഇറങ്ങി എന്നെ അപ്പോൾ വിടുവിക്കും. ഞാൻ ഒരിക്കലും കിടന്ന് വിഷമിക്കാൻ ദൈവം ഇതുവരെ അനുവദിച്ചില്ല. ഏത് രോഗം വന്നാലും, ചെറിയ രീതിയിൽ ഒരു അസുഖത്തിന് ആരംഭം വരുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് തന്നെ വിതിൻ 1 ഡേക്കുള്ളിൽ തന്നെ സൗഖ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം എന്നെ കേട്ടോണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം വയനാട് നടന്ന് നിങ്ങളെല്ലാം കണ്ടല്ലോ. ഏത് നിമിഷം നമ്മളെ കോരിയെടുത്തോണ്ട് പോകുന്ന
ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആരും സുരക്ഷരല്ല. എവിടെ സുരക്ഷിത ഉണ്ടോ? യേശുവിന്റെ കയ്യിലാണ് നമ്മൾ സുരക്ഷിത. യേശുവിന്റെ കയ്യിൽ നമ്മൾ ജീവൻ കൊടുത്താൽ കർത്താവ് ദൂതന്മാരെ അയച്ച് നമ്മളെ സൂക്ഷിക്കും. കർത്താവിന്റെ ഉള്ളം കരങ്ങൾ നമ്മളെ വഹിക്കും. തീ മതിലിന്റെ ഉള്ളിൽ നമ്മളെ സൂക്ഷിക്കും. യേശുവിന്റെ രക്തക്കോട്ട നമുക്ക് സുരക്ഷിത. കർത്താവിന്റെ ചിറകടിയിൽ നമ്മളെപ്പോഴും കർത്താവ് നമ്മളെ അടച്ചുകൊണ്ടിരിക്കും. ദൈവമക്കളെ, ഇതാണ് ദൈവത്തിന്റെ. അതുകൊണ്ട് എനിക്ക് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വരണോ, യേശു ക്രിസ്തുമായിട്ടൊരു ബന്ധത്തിൽ വന്നാലേ ആ അർത്ഥമാവുള്ളൂ. കല്യാണം കഴിച്ചാലും, മക്കളുണ്ടായാലും, സമ്പത്തുണ്ടായാലും, ജോലി ഉണ്ടായാലും, എന്തെല്ലാം ഉണ്ടായാലും യേശുവില്ലാത്തൊരു ജീവിതം ശൂന്യമാണ്. കാരണം ഇതെല്ലാം ഞാൻ നിറവോട് അനുഭവിച്ച, ഈ കഴിഞ്ഞ 5 വർഷം വരെയും നിറവോട് അനുഭവിച്ചാണ് ഈ പറഞ്ഞ എല്ലാം. പക്ഷെ അതിനേക്കാൾ ആഴമായ ഒരു നിറവാണ് കർത്താവിന്റെ കയ്യിൽ നമ്മൾ ജീവിതം സമർപ്പിച്ചു. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. കർത്താവ്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്ര പാവിയാണെങ്കിലും, എത്ര ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒരാളാണെങ്കിലും, ദൈവമില്ലാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിലും, അവർക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത്. പാവികളെ സ്നേഹിക്കാനാണ് കർത്താവ് വന്നത്. ഈ ലോകത്തിൽ പാവികളെ രക്ഷിക്കാനാണ് കർത്താവ് വന്നത്. യേശു പാവികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. കർത്താവ് വീണ്ടും വരുന്നു. നമുക്ക് ആ വീണ്ടും വരവനായി ഒരുങ്ങണം. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൽ നീ സ്ഥലം കൊടുക്കണം. യേശുവേ, ഇതുപോലെ നീ അവിടെ ചെയ്തെങ്കിൽ എന്റെ ജീവിതത്തിൽ കൂടെ ഒന്ന് വരണമേ. കർത്താവ്, എന്റെ ഹൃദയത്തിൽ ഞാൻ നിനക്ക് സ്ഥലം തരാം. ഈ നിമിഷം വരെ ചെയ്തു പോയ എല്ലാ പാവം എന്നോട് ക്ഷമിക്കണമേ. തുറന്ന മനസ്സോട് നീ കർത്താവിന്റെ സന്നി വാ. കർത്താവ് നിന്നെ വിളിക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരാം. ഈ വിളിയാണ്. കർത്താവ് നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ഒന്ന് തുറന്നു കൊടുക്കോ. യേശു ഉള്ളിൽ വരട്ടെ. വേറെ ഒന്നും ചെയ്യണ്ട. വിശ്വസിക്കുന്ന നാമതേ ക്രിസ്ത്യാനിയാണോ, നീ എന്ത് വിശ്വസിക്കുന്നു അത് ഏറ്റു പറയുക. ഞാനൊരു പാവിയാണ്, യേശു നീ എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ ഞാൻ വിശ്വസിക്കുന്നു, നീ എന്റെ ഉള്ളിൽ വരണം. ഇത്രയും ചെയ്താൽ മതി. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് വരും. യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരും. ക്രിസ്തുവിനായി നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിത്യതയാണ്. ഇല്ലാത്ത പക്ഷം, യേശുവില്ലാതെ ഈ ലോകത്ത് നീ മരിച്ചാൽ പിന്നെ നിത്യ നരകമാണ് നിനക്ക് വെയിറ്റ് ചെയ്യും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെ തീ പുകയിൽ തള്ളി. അങ്ങനെയാണെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിന്റെ ഹൃദയത്തിൽ അവന് സ്ഥലം കൊടുക്കണം. മാത്രമല്ല, ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ദൈവമക്കളോട് ചേർന്ന് സത്യത്തിനും ആത്മാവിനും ദൈവത്തെ ആരാധിക്കണം. ദൈവഹിതപ്രകാരം ജീവിതം നയിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മളെ ദൈവം ആക്കി തീർക്കും. അതിനുള്ള കൃപ തരും. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്ത, അയ്യോ എനിക്ക് ഇങ്ങനെ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല, സിനിമ കാണാൻ പറ്റത്തില്ല, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല കർത്താവ്, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്ന ഒരാളോട് ഞാൻ പറയട്ടെ, ഇതെല്ലാം ചെയ്തു വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇതെല്ലാം സാധ്യമാകുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മളെ ദൈവ കരങ്ങൾ ഏൽപ്പിച്ചാൽ, അവൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ പിന്നെ ഇങ്ങനെ മോഹങ്ങളെല്ലാം അതിജീവിക്കാൻ പറ്റും. ഈ ലോകത്തിൽ കാണുന്ന സകല മോഹങ്ങളെ അതിജീവിപ്പാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ യേശുവിനെ കൊണ്ട് കഴിയും. ഈ നിത്യതയ്ക്കായി ഒരുങ്ങാൻ തയ്യാറാണോ? അവസാന ദിവസങ്ങൾ എത്തിക്കഴിഞ്ഞെന്ന് മക്കളെ ദൈവം ഏൽപ്പിക്കാം. എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ തരുവാണ്. ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇതാണ് നിങ്ങളുടെ സമയം. ഈ എന്നോട് ചേർന്ന് ഒരു പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കണമേ. നിങ്ങൾ ആരായിക്കോട്ടെ, എത്ര പാവി ആയിക്കോട്ടെ, എത്ര അവിശ്വസ്തനായിക്കോട്ടെ, ദൈവസന്നിധിയിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ യേശു ഹൃദയത്തില്ല എന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. നിങ്ങൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലണമേ. യേശുവേ, ഞാനൊരു പാവിയാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കടന്നു വരുന്നു. യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുന്ന ആ സത്യം ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്റെ ഉള്ളിൽ കടന്നു വരണമേ.
ഈ നിമിഷം വരെ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ എല്ലാ പാപത്തെ അങ്ങ് ക്ഷമിക്കണമേ. യേശുവേ, അങ്ങേ എന്റെ രക്ഷിതാവായി, എന്റെ നായകനായി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് അങ്ങ് എഴുതണമേ. ഇന്ന് കർത്താവെ, അടിയനെ സ്വീകരിക്കണം. പ്രാർത്ഥന കേട്ടനായി നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.